നമസ്കാരം. ചരിത്രത്തിന്റെ പടിവാതിലിൽ ഇന്ത്യ നിൽക്കുകയാണ്. ന്യൂസിലൻഡാണ് എതിരാളികൾ. പക്ഷേ കുറച്ചധികം ഭാഗ്യക്കേട് ഇന്ത്യക്ക് മുന്നിലുമുണ്ട്. ചരിത്രങ്ങളായിരിക്കും ഇന്ത്യ വിജയിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്. ന്യൂസിലൻഡ് ആകട്ടെ T20 ലോകകപ്പിൽ മുത്തമിടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതും വർഷങ്ങളായി. ഇതുവരെ തൊട്ടിട്ടില്ല. തൊടാൻ വേണ്ടിയിട്ടുള്ളൊരു ഭാഗ്യത്തിൽ സാന്റനറും കൂട്ടരും നിൽക്കുമ്പോൾ ആർക്കൊപ്പമായിരിക്കും വിധി ഉണ്ടാകുക എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. സ്പെഷ്യൽ സെഗ്മെൻ്റ് ആണ്, ചർച്ചയാണ്. എന്നോടൊപ്പം സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ലലിച്ചേട്ടനും സ്പോർട്സ് റൈറ്ററായ സുരേഷ് സാറും ചേരുന്നുണ്ട്. ഞാൻ ആദ്യം സ്പോർട്സ് റൈറ്റർ സുരേഷ് സാറിലേക്ക് പോവുകയാണ്. സാർ, ഏറ്റവും പ്രധാനമായും മലയാളികളുടെ ആസ്പെക്റ്റിൽ നിന്നും ഒരു കാര്യം പറയാം. സഞ്ജു സാംസൺ കഴിഞ്ഞ 2 മത്സരങ്ങളിലായി, ഒരു മത്സരത്തിൽ നിന്ന് 97 റൺസ്, മറ്റൊന്ന് 89. അതും 2 പ്രധാനപ്പെട്ട ടീമുകളാണ്. ഒന്ന് വെസ്റ്റ് ഇൻഡീസ്, മറ്റൊന്ന് ഇംഗ്ലണ്ട്. മലയാളി പ്രതീക്ഷയിൽ T20 ലോകകപ്പിൽ നിൽക്കുമ്പോൾ ഒന്ന് നമുക്കറിയാം, 2007 പ്രഥമ T20 ലോകകപ്പിൽ ശ്രീശാന്ത് അവസാനം ക്യാച്ച് എടുത്താണ് നമുക്ക് ആ വിജയം കിട്ടുന്നത്. ഇപ്പോഴിതാ വീണ്ടും ഒരു മലയാളി സാന്നിധ്യം വരുമ്പോഴേക്കും ഈ മലയാളി കണക്ഷനും വേൾഡ് കപ്പും എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായിട്ടും നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തം തന്നെയാണ്. പ്രത്യേകിച്ചും സഞ്ജു സാംസൺ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ, അതും അതിപ്രധാനമായ 2 മത്സരങ്ങളാണ്, 2 നോക്കൌട്ട് മാച്ചസ് ആണ്. അതിൽ പ്ലെയർ ഓഫ് ദ മാച്ചായി ടീമിന്റെ വിജയത്തിന്റെ ഏറ്റവും നല്ല ഭാഗഭാക്കായത് സഞ്ജു തന്നെയാണ്. സഞ്ജുവിനാണെങ്കിൽ അതൊരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ ഒരു ചരിത്രമാണ് വരുന്നത്. തീർച്ചയായിട്ടും നമുക്കൊക്കെ തന്നെ അഭിമാനവും രോമാഞ്ചവും ഉണ്ടാക്കുന്ന ഒരു മുഹൂർത്തം തന്നെയാണ് ഇന്ന്. ഇന്ത്യൻ ടീം വിജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു മലയാളി അടങ്ങിയ ഇന്ത്യൻ ടീം ലോകകപ്പ് ജയിച്ചു എന്ന് നമുക്ക് അഭിമാനത്തോടെ തന്നെ പറയാം. അതോടൊപ്പം തന്നെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ന്യൂസിലൻഡ് ഇതുവരെ T20 ലോകകപ്പിൽ തൊട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ T20 ലോകകപ്പിൽ 3 മത്സരങ്ങൾ ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിൽ നേർക്കുനേർ വന്നപ്പോൾ ജയം മുഴുവൻ ന്യൂസിലൻഡുമായിരുന്നു. ഈ ചരിത്രങ്ങളൊക്കെ ഇന്നത്തെ മത്സരത്തിൽ എന്തെങ്കിലും സ്ഥാനം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അതെ, തീർച്ചയായിട്ടും. നമുക്ക് ന്യൂസിലാൻഡുമായിട്ടുള്ള എൻകൗണ്ടറിൽ നമുക്ക് സെറ്റ് ബാക്ക് ആണുള്ളത്. 3ഉം നമ്മൾ തോറ്റിട്ടുണ്ട്. പക്ഷെ അത് ചരിത്രമാണ്. കാരണം അതൊക്കെ മുൻകൂട്ടി പല സാഹചര്യങ്ങളിൽ അങ്ങനെ വന്നു പോയതാണ്. മാത്രമല്ല, ന്യൂസിലാൻഡ് ഇതുവരെ ഏകദിനമായാലും T20 ആയാലും നോക്കൌട്ട് മാച്ചിലെല്ലാം കാലിടറിയ ഒരു ചരിത്രമാണുള്ളത്. പക്ഷെ അപ്പോൾ അവരുടെ മാക്സിമം ഒരു കന്നി കിരീടം നേടുന്നതിന് വേണ്ടിയിട്ട് അവർ മാക്സിമം ട്രൈ ചെയ്യും. ലോകകപ്പിൽ നേടുന്നതിന് വേണ്ടിയിട്ട് തന്നെ അവർ ചെയ്യും. നല്ല ടീമാണ്, നല്ല ശക്തമായ ടീം തന്നെയാണ് ന്യൂസിലൻഡ്. അവർ സൂപ്പർ 8 കുറച്ച് പതറിപ്പോയി. ഭാഗ്യത്തിന് റൺ റേറ്റ് കൊണ്ടാണ് സെമിയിൽ എത്തിയത്. പക്ഷേ സെമിയിൽ അവരുടെ പെർഫോമൻസ് നമ്മൾ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ കണ്ടതാണ്. അതേസമയം ഇന്ത്യ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു തീ പാറുന്ന മത്സരം തന്നെ ആയിരിക്കും ഇന്ന് വരാൻ പോകുന്നത് എന്നാണ് പ്രതീക്ഷ. യെസ്, ഞാൻ സാറിലേക്ക് വരാം. ഇപ്പോൾ സ്പോർട്സ് ഡെസ്കിൽ നിന്നും ലലിച്ചേട്ട, ഭാഗ്യക്കേടുകൾ ഒരുപാടുണ്ട്. നമ്മൾ ഇതുവരെ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒന്ന് അഹമ്മദാബാദ് സ്റ്റേഡിയമാണ്. 2 മത്സരങ്ങളിൽ പരാജയപ്പെട്ട ഇന്ത്യ 2ഉം തോറ്റത് ഇവിടെയാണ്. അതാണ് നമ്മുടെ ലാസ്റ്റ് 20 മത്സരങ്ങളിലെ റെക്കോർഡ്. 18 ജയം 2 തോൽവി. ഈ ലോകകപ്പിൽ തന്നെ തോറ്റത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 76 റൺസിന് വമ്പൻ തോൽവി ഇതേ ഗ്രൗണ്ടിലാണ്. പക്ഷേ ഒരു ചെറിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ പിച്ചൊന്ന് മാറ്റിയിട്ടുണ്ട് ക്യൂറേറ്റേഴ്സ് എന്നുള്ളതാണ്. പക്ഷേ അതൊരു പ്രധാനപ്പെട്ട ഭാഗ്യക്കേട്. അതിനോടൊപ്പം തന്നെ എടുത്ത് പറയാനായിട്ട് കുറച്ചധികം പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഞായറാഴ്ചകളിൽ ഇന്ത്യ ജയിച്ചിട്ടില്ല. ഇന്ത്യ ജയിക്കുന്നതൊക്കെ ശനിയാഴ്ച ആണ്, അല്ലെങ്കിൽ വേറൊരു ദിവസമായിരിക്കും. പിന്നെ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൻ്റെ ഭാഗ്യക്കേട്. 3, ഈ ഹോട്ടലിലെ ഭാഗ്യക്കേട്. അവസാനം ഇന്ത്യൻ ടീം ഹോട്ടൽ തന്നെ മാറിപ്പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒന്നാമത്തെ കാര്യം, ഹോസ്റ്റ് ചെയ്ത രാജ്യങ്ങൾ T20 ലോകകപ്പിൽ അവർ ജയിച്ചിട്ടേ ഇല്ല. പിന്നെ അടുപ്പിച്ചടുപ്പിച്ച് ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ജയിക്കുന്ന സാഹചര്യമില്ല. 3 വട്ടത്തിൽ കൂടുതൽ ഒരു ടീം ജയിച്ചിട്ടില്ല. അങ്ങനെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഒരുപാട് നടക്കാത്തതും ഭാഗ്യക്കേടുകളും നിറഞ്ഞു നിൽക്കുകയാണ്. ക്രിക്കറ്റിൽ ഈ ഭാഗ്യപരീക്ഷണങ്ങൾ ഒരുപാടുണ്ട്. അത് അന്ന് എത്ര വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതായാലും അതിന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഹോട്ടലിലെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ. നമുക്ക് ഒരു ഭാഗ്യക്കേടുണ്ടാവുമോ? നമുക്ക് ഈ നല്ലപോലെ കളിച്ചാൽ ഈ പറയുന്ന ഭാഗ്യക്കേടൊന്നും നമ്മൾ ബാധിക്കത്തില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ ന്യൂസിലൻഡ് എന്ന് പറയുന്നൊരു ടീമുണ്ട്. നമുക്ക് ലോകത്തെ ഏത് ടീമിനോടും നമുക്ക് മത്സരിക്കാം. ലോകത്തെ ഏത് ടീമും നമുക്കൊരു പ്രശ്നമല്ല. ഒരു നിർണായകമായ മത്സരത്തിൽ നമുക്ക് ന്യൂസിലൻഡ്, ഒരു ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക, വെസ്റ്റ് ഇൻഡീസ്, ഇതൊന്നും നമുക്ക് പ്രശ്നം. എന്തോ ന്യൂസിലൻഡ് എന്ന് പറയുന്ന ടീമിന് നമുക്ക് അതായത് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു ടീമാണ്. പലപ്പോഴും നമുക്കറിയാവുന്നതാണ്. പലപ്പോഴും നമ്മൾ ന്യൂസിലൻഡിൻ്റെ കൈക്ക് ചെന്ന് വിട്ടിട്ട് അത് നോക്കൗട്ട് മാച്ച്, ലീഗ് മാച്ചൊന്നും പ്രശ്നമില്ല. പക്ഷേ നമ്മളൊരു നിർണായകമായ മത്സരത്തിൽ, ഒരു സെമിയിലൊരു ഫൈനലിലൊക്കെ ന്യൂസിലൻഡിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് വിട്ടാൽ ന്യൂസിലൻഡ് വേറൊരു ടീമാണ്. അതുവരെ നമ്മൾ കളിച്ച ന്യൂസിലൻഡിനല്ല
നമ്മൾ കാണുക എന്നുള്ള പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് ഈ സെമി ഫൈനലിൽ ന്യൂസിലൻഡിൻ്റെ ഒരു പ്രകടനം എനിക്ക് തോന്നുന്നു ഈ വേൾഡ് കപ്പിലെ ഏറ്റവും ആധികാരികമായ വിജയം സൗത്ത് ആഫ്രിക്കയെതിരെ ന്യൂസിലൻഡ് കഴിഞ്ഞ സെമി ഫൈനലിൽ അടിച്ച വിജയമാണ്. അത് ആർക്കെതിരെയാണെന്നോട് ആലോചിക്കണം. ഈ ടൂർണമെൻറ്റിൽ ഒരു മാച്ച് പോലും തോക്കാതെ വന്ന് സെമി ഫൈനലിലെത്തിയ സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്ക വരണ്ടുപോയെന്ന് പറഞ്ഞാൽ കുറേ കാലത്തേക്കെങ്കിലും ഈ തോൽവി അവർ ഭയങ്കരമായിട്ട് വേട്ടയാടുമെന്നുള്ളത് ഉറപ്പാണ്. അതുപോലൊരു മറുപടി, അതുപോലൊരു ചേസാണ് ന്യൂസിലൻഡ്. 176 ഒരു 13 ഓവറിൽ അതായത് ഇനി എത്ര പന്തുണ്ട്, 43 പന്ത് ബാക്കി നിൽക്കെ ആ മത്സരം ജയിച്ചിട്ട് ചിരിച്ചുകൊണ്ട് പോവുകയാണ്. ഒരു വിക്കറ്റ് അങ്ങോട്ട് 2 വിക്കറ്റ് പോയിട്ട് 9 വിക്കറ്റ് കളി ജയിക്കാൻ. പിന്നൊക്കെ വേറെ ഏതോ ഗ്രഹത്തിൽ നിന്ന് വന്ന പോലുള്ള കളിയാണ് കളിച്ചത്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് അതാണ്. അതായത് ആ ഒരു ന്യൂസിലൻഡ് ആത്മവിശ്വാസത്തിൻ്റെ പരകോടിയിൽ നിൽക്കുന്ന ന്യൂസിലൻഡാന്ന് ആലോചിച്ചോണം. നമ്മൾ കഴിഞ്ഞ കളി ജയിച്ചത് എങ്ങനെയാണ്? ഒരു മിനിറ്റ്, ഞാൻ എന്തായാലും നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യണം. നമ്മളൊപ്പം മദൻ മോഹൻ ചേരുന്നുണ്ട്. നടനാണ്, ക്രിക്കറ്റ് താരമാണ്, കേരള സ്ട്രൈക്കേഴ്സിന് വേണ്ടി ഇപ്പോഴും കളിച്ച കളികളൊക്കെ നമുക്ക് ഇപ്പോഴും ഓർക്കുന്ന ഇന്നിങ്സാണ്. മദൻ നമസ്കാരം. എനിക്കറിയാം യാത്രയിലാണ്, തിരക്കിലാണ് എന്നുള്ളത്. പക്ഷേ എന്നാൽ പോലും നിർണായകമായ മത്സരം, 140 കോടി ഇന്ത്യൻ ജനതകൾ കാത്തിരിക്കുന്ന മത്സരം. നമ്മൾ എന്താ പറയുക, നമുക്ക് അടുപ്പിച്ച് 2 ട്രോഫികൾ വേണമെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഭാഗ്യക്കേട്, ഭാഗ്യങ്ങൾ തുടങ്ങി നിരവധി ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഞായറാഴ്ചകളിൽ നമ്മൾ ജയിച്ചിട്ടുള്ള ഈ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൻ്റെ ഭാഗ്യക്കേട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ ആ ഫാക്ടേഴ്സ് ഉണ്ടാകുമോ ഇന്നത്തെ മത്സരത്തിൽ? നമസ്കാരം. ഭാഗ്യക്കേട്, ഭാഗ്യം അതിന്റെ ഒരു വിഷയമല്ല ഇത്. ആക്ച്വലി നമ്മള് ആ പർട്ടിക്കുലർ ഡേയില് ഏത് ടീം ബെറ്റർ ക്രിക്കറ്റ് കളിക്കുന്നോ അവർക്കായിരിക്കും ചാൻസ് കൂടുതൽ. പിന്നെ ഡിപ്പെൻസ് ആ ഒരു സിറ്റുവേഷൻസും കൂടെ നമ്മൾ കണക്കിലെടുക്കണം. ടോസ് കുറച്ച് ക്രൂഷ്യൽ ആയിരിക്കും. ബട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന വെച്ചാൽ ഇന്ത്യയാണ് കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള സൈഡ്. കാര്യം കണ്ടീഷൻസ്, പിന്നെ നമ്മുടെ ഗാലറി സപ്പോർട്ട്, അത് ഒരുപാട് ഒരു ഹ്യൂജ് ഫാക്ടറാണ്. നമ്മുടെ ഈ കാണികളുടെ ആരവം എങ്ങനെ ന്യൂസിലൻഡ് കൈകാര്യം ചെയ്യുന്നു വലിയൊരു ഫാക്ടറാണ്. ഇത്രയും ആൾക്കാരുടെ ഇടയില് ന്യൂസിലൻഡ് ആ ഒരു വലിയൊരു ടൂർണമെന്റ് വലിയൊരു ഫൈനൽ അതെങ്ങനെ അവർ ഹാൻഡിൽ ചെയ്യുന്നു എന്നൊരു ഫാക്ടറാണ്. പിന്നെ എന്റെ ഫേവറേറ്റ് എന്നാലും നമ്മുടെ എല്ലാവരും ഫേവറേറ്റ് ഇന്ത്യയാണ്. അവരെന്നെ ജയിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ചിലപ്പോൾ ഒരു ഈസി വിനായിരിക്കും, പക്ഷെ ഒരിക്കലും ന്യൂസിലൻഡിനെ തള്ളിപ്പറയാൻ പറ്റത്തില്ല. കാരണം ഒരു അൺപ്രഡിക്റ്റബിൾ സൈഡ് ആയിട്ടാണ് എനിക്ക് പലപ്പോഴും ന്യൂസിലൻഡ് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കയായിട്ടുള്ള മാച്ചും വളരെ ഭംഗിയായിട്ട് അവർ കളിച്ചു. അതേ ടീം പല മാച്ചസും നമുക്കൊരു അൺകൺസിഡന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം എന്തായാലും എന്റെ മനസ്സ് പറയുന്ന ഇന്ത്യ തന്നെ ആയിരിക്കും വിജയം എന്നുള്ളതാണ്. ശരി, ഇനി നമ്മൾ സഞ്ജുവിലേക്കും കൂടി ഒന്ന് വരാം. ഇപ്പം സഞ്ജു കഴിഞ്ഞ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ജോഫ്ര ആർച്ചറിനെ എങ്ങനെ നേരിടും എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ ആർച്ചറിന് മുന്നിൽ സഞ്ജു ഒന്ന് നിന്നെങ്കിൽ പോലും ഹാരി ബ്രൂക്ക് ക്യാച്ച് നഷ്ടപ്പെട്ടു. പക്ഷേ ആർച്ചർ സഞ്ജു കോൺടെസ്റ്റിൽ സഞ്ജു ആധികാരികമായി ജയിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ന്യൂസിലൻഡിനെതിരെ വരുമ്പോൾ നോക്കുന്നത് മാറ്റ് ഹെൻറിയാണ്. ഇപ്പോൾ ന്യൂസിലൻഡിനായിട്ടുള്ള ബൈലാറ്ററൽ സീരീസിൽ 2 തവണ മാറ്റ് ഹെൻറി സഞ്ജുവിനെ ഔട്ടാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് സഞ്ജു മാറ്റ് ഹെൻറി കോൺടെസ്റ്റ് വരുന്നുണ്ട്. അത് നിർണായകമാകുമെന്ന് തോന്നുന്നുണ്ടോ? ഈ ന്യൂസിലൻഡ് നമ്മളെ ബൗളിംഗ് അറ്റാക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴായി നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ മാറ്റ് ഹെൻറിയുടെയും സാൻഡറും, മാറ്റ് ഹെൻറിയുടെ ആദ്യം ഒരു 2 ഓവർ, സാൻഡറിന്റെ ഒരു 4 ഓവർ, അത് ഭയങ്കരമായിട്ട് എല്ലാ മാച്ചും അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ബൗളേഴ്സ് ഒരു അത്ര കൺസ്റ്റന്റ് അല്ല. പക്ഷേ ഇവരുടെ മാറ്റ് ഹെൻറിയുടെ ആദ്യ 2 ഓവേഴ്സ് എന്തായാലും കുറച്ച് നോക്കി കളിച്ചാൽ സഞ്ജുവിന് പിന്നെ അങ്ങോട്ട് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. കാരണം ന്യൂ ബോളിൽ മാറ്റ് ഹെൻറി ഇപ്പൊ നല്ല ഉഗ്രാൻഡ് എറിയുന്നുണ്ട്. പിന്നെ സാൻഡർ ഇപ്പൊ ഈ ടൂർണമെന്റ് സൂപ്പർ ആയിരുന്നു. എന്താ പറയാ, ഒരു ലെഫ്റ്റ് ഹാഫ് സ്പിന്നർ ഇത്രയും കൺസ്റ്റന്റ് ആയിട്ട് T20യിൽ വളരെ മനോഹരമായിട്ട് സാൻഡർ എറിയുന്നുണ്ട്. അപ്പൊ ഈ 2 ബൗളേഴ്സിനെ അതിജീവിച്ചു കഴിഞ്ഞാൽ സഞ്ജു എന്തായാലും സർവൈവ് ചെയ്താൽ സഞ്ജു ഈ കളിയും വലിയൊരു സ്കോർ കണ്ടെത്തുന്നതാണ് എന്റെ വിശ്വാസം. അതെ, ചേട്ടൻ റെഡിയാണ് എന്നുള്ളതാണ് സമൂഹ മാധ്യമങ്ങളിലെ വർത്തമാനം. 2 മത്സരങ്ങൾ അടുപ്പിച്ച് ഫോം ആകുന്നു. ഒന്ന് 97 വെസ്റ്റ് വിൻഡീസിനെതിരെ, മറ്റൊന്ന് 89 ഇംഗ്ലണ്ടിനെതിരെ. ഇന്ന് സഞ്ജുവിന് ഒരു മികച്ച മത്സരം കാഴ്ചവെക്കാൻ സാധിച്ചാൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് എന്നൊരു ഡ്രീമും കൂടെ മുന്നിലുണ്ട്. അതെ, അത് ഞാൻ പറയും, നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു ആദ്യ IPL ഏറ്റവും വലിയൊരു പ്ലെയർ ആയിട്ട് മാറാൻ സഞ്ജുവിന് ആദ്യം സാധിച്ചു. പക്ഷേ ഇന്ത്യൻ ടീമിലെ കാര്യം വരുമ്പോൾ ഇപ്പോഴും പുറത്തും അകത്തും എന്നുള്ള രീതിയിലായിരുന്നു സഞ്ജു പലപ്പോഴും. പക്ഷെ ഇപ്പം ഇന്ത്യൻ ടീമിന്റെ ഒരു മെയിൻ പ്ലെയർ എന്നുള്ളൊരു സിറ്റുവേഷനിൽ എത്തിയിരിക്കുകയാണ് സഞ്ജു. കാരണം നിങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ ഒറ്റ ഇന്നിങ്സ് ആണ് സഞ്ജുവിനെ എവിടെയോ എത്തിച്ചത്. അപ്പൊ ആ ഒരു ഇന്നിങ്സ്, പക്ഷെ അത് രണ്ടാമത്തെ ഇന്നിങ്സ് ആയിട്ട് ക്യാരി ഫോർവേഡ് ആയി. ഇനി ഈ വലിയൊരു ഫൈനലിൽ സഞ്ജു എങ്ങനെ കളിക്കുന്നത്
ഫാക്ടറാണ്. സഞ്ജു എന്തായാലും പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ബാറ്റ്സ്മാൻ എന്നുവെച്ചാൽ ഒരു ഇന്ത്യ ഉറ്റുനോക്കുന്ന ഒരു ബാറ്റ്സ്മാൻ. അതായത് ഇന്ത്യ ഇപ്പം സഞ്ജുവിനെ ഒന്ന് പ്രതീക്ഷിക്കാം, സഞ്ജുവിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ് എല്ലാവരും, ഇന്ത്യയിലുള്ള എല്ലാ ജനതയും ഇന്ത്യൻ ടീമും എല്ലാവരും. അപ്പൊ അത് സഞ്ജുവിന്റെ വളർച്ച വലുതാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതെ, അത് ഇന്നും കൂടെ തിളങ്ങാൻ സാധിച്ചാൽ, കാരണം അഭിഷേക് ശർമ്മ ഫോം ഔട്ടായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രതീക്ഷയും സഞ്ജുവിന്മേലാണ്. ഓപ്പണിംഗ് ഒരു ഗംഭീരമായ ഒരു തുടക്കം കിട്ടുക എന്നുള്ളത് സഞ്ജുവിൽ നിന്ന് ഒരുപാട് പ്രഷറും കൂടി വരുന്നൊരു സാഹചര്യം കൂടി ഉണ്ട്. അതെ അതെ അതെ, കറക്റ്റ് ടൈമില് സഞ്ജു ക്ലിക്കായെന്നുള്ളതാണ് ഇതിന്റെ വലിയൊരു ഫാക്ടർ. കാരണം അഭിഷേക് ശർമ്മ ഫെയിൽ ആയപ്പോഴും ഇഷാൻ 3 ഡൗണിലോട്ട് പോയപ്പോഴും, കാരണം ഇന്ത്യയുടെ ഒരു കഴിഞ്ഞ കളിയെ എടുത്താൽ തന്നെ സഞ്ജുവിനാണ് കുറച്ച് ഈസി ആയിട്ട് ബാറ്റിൽ നല്ല രീതിയിൽ കൊള്ളുന്നത്. ബാക്കി താഴോട്ടുള്ള ബാറ്റ്സ്മാര്, സഞ്ജു ആദ്യം ആ ക്യാച്ചിൽ ഔട്ടായിരുന്നെങ്കിൽ അത് ചിലപ്പം സിറ്റുവേഷൻസ് വേറെ ആയേനെ. പക്ഷെ കാരണം ഇപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, സഞ്ജുവിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ ഇന്ത്യൻ ടീം. കാരണം അഭിഷേക് ശർമ്മയുടെ ഔട്ട് ഓഫ് ഫോം, പിന്നെ ഇഷാൻ കിഷൻ ഇപ്പോഴും തേർഡ് ഒരു 1 ഡൗൺ എന്നുള്ള പൊസിഷനിൽ അത്ര കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതാണ് ഇപ്പം ഇത് എന്ത് പറയാൻ, സഞ്ജു അതിജീവിക്കും എന്തായാലും ഉറപ്പായിട്ടും. യെസ്, എന്തായാലും മദൻ വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കൂടെ ഉണ്ടാകണമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ സുരേഷ് സാറിലേക്കും കൂടെ പോവാണ്. സാർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഹമ്മദാബാദ് എന്ന് പറയുന്ന ഒരു ഗ്രൗണ്ടിനെ പറ്റി നമുക്കൊന്ന് സംസാരിക്കും. ഇപ്പോൾ ആ ഗ്രൗണ്ട് നമുക്ക് അത്ര ഫേവറബിൾ അല്ലെങ്കിൽ പോലും വി ഹാവ് ടു പ്ലേ ദർ, വേറെ തർക്കങ്ങളൊന്നുമില്ല. പക്ഷേ ആ പിച്ച് നമ്മൾ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ കളിച്ച പിച്ചല്ല ഇന്നത്തെ പിച്ച് ക്യൂറേറ്റേഴ്സ് ഒരുക്കിയിരിക്കുന്നത്. 65% റെഡ് സോയിൽ പിച്ചാണ്, പേസിന് അനുകൂലമായ പിച്ചാണ്, ബൗൺസിന് അനുകൂലമായ പിച്ചാണ്, പേസേഴ്സ് ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്ന പിച്ചാണ്, അതുപോലെ തന്നെ ബാറ്റേഴ്സും. ന്യൂസിലൻഡിനെ സംബന്ധിച്ചിടത്തോളം ലോക്കി ഫെർഗ്യൂസൺ, മാറ്റ് ഹെൻറി അടങ്ങുന്ന ഒരു എന്താ പറയുക, ജിമ്മി നീഷം എന്ന് നിൽക്കുന്ന പേസ് ബോളിംഗ് അറ്റാക്ക് അവർക്കും ഉണ്ട്. ഇവിടെ ആകുമ്പോഴേക്കും നമുക്ക് ബുംറ, പാണ്ഡ്യ, അർഷദീപ് ഒരു പേസേഴ്സ് എന്ന രീതിയിൽ എടുത്ത് നോക്കുമ്പോഴേക്കും ആർക്കായിരിക്കും കൂടുതൽ വെയിറ്റേജിനുള്ള സാധ്യത? അതെ അതെ, താങ്കൾ പറഞ്ഞ പോലെ ഇന്നത്തെ മാച്ചിന്, ഫൈനൽ മാച്ചിനുള്ള പിച്ച് സെൻട്രൽ പിച്ചാണ് യൂസ് ചെയ്യുന്നത്. അവിടെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ടേൺ ഇല്ലാത്ത ഒരു പിച്ചാണ് എന്നാണ് പറയുന്നത്. റൺസ് കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്, പേസിനും ബൗൺസിനും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പിച്ചാണെന്നാണ് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ നിരയിൽ ഇപ്പൊ നിലവിൽ വരുന്നതിൽ ഇപ്പോ ജസ്പ്രീത് ബുംറ വിശ്വസനീയമായിട്ടുള്ള ഒരാൾ തന്നെയാണ്. പക്ഷെ നമ്മുടെ ബൗളിംഗ് യൂണിറ്റില് വരുന്നത് അർഷദീപ് വരുന്നുണ്ട്, പിന്നെ ഹാർദിക് പാണ്ഡ്യ വരുന്നുണ്ട്. അപ്പൊ ഇവര് അവരുടെ ഓപ്പണിംഗ് സ്പെല്ല് എങ്ങനെ എറിയും എന്നുള്ളതിനനുസരിച്ച് 1-2 ഓവറാണ് ഓപ്പണിംഗ് സ്പെല്ല് സാധാരണ കിട്ടുന്നുണ്ടായിരിക്കുക. ആ 2 ഓവർ അവരെങ്ങനെ യൂട്ടിലൈസ് ചെയ്യും എന്നതനുസരിച്ച് ഇന്ത്യയുടെ സാധ്യതകൾ ഉണ്ടായിരിക്കും ബൗളിങ്ങിൽ. അതേസമയം ഇപ്പോ ലോക്കി ഫെർഗൂസൺ ഒരു പ്രൂവ്ഡ് ആണ്, മാറ്റ് ഹെൻറി വരുന്നുണ്ട്, അതിന്റെ കൂടെ മക്കോങ്കിയും കൂടി വരുന്നുണ്ട്, അവർക്ക് വരുന്നുണ്ട്. പിന്നെ അതേപോലെ ജിമ്മി നീഷത്തിനെ വിശ്വസിച്ച് നല്ലൊരു ബൗളർ തന്നെയാണ് അയാളും. അപ്പോ ചെറിയൊരു പ്രതീക്ഷിച്ചതുപോലെ ഈ ടൂർണമെന്റിൽ തിളങ്ങാൻ സാധിച്ചിട്ടില്ല, അതൊരു വാസ്തവമാണ്. ഇല്ല, കൂടുതൽ ചാൻസസ് കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, കിട്ടിയിട്ടില്ല. അതെ അതെ. അപ്പൊ ഒരു സ്വാഭാവികമായിട്ടും ബൗൺസ് ഉള്ള ഒരു പിച്ചിലാണെങ്കിൽ ഒരു പക്ഷേ ജിമ്മി നീഷമിന് ഒരു ബൗളിംഗ് ഓൾറൗണ്ടർ ആയിട്ട് തിളങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ ചെറിയൊരു ബുംറയെ ഒഴിച്ചു നിർത്തിയാൽ ചെറിയൊരു മുൻകൈ വരുന്നത് ന്യൂസിലാൻഡ് ബൗളിംഗ് അറ്റാക്കിനാണ്. ബുംറ എങ്ങനെ പെർഫോം ചെയ്യും? താങ്കളുടെ നിരീക്ഷണത്തിൽ ന്യൂസിലാൻഡ് ബൗളിംഗ് അറ്റാക്ക് ആയിരിക്കും ഒരു 1 സ്റ്റെപ്പ് അഹെഡ് ഓഫ് ഇന്ത്യ എന്നാണ് വിശ്വസിക്കുന്നത്? ഒരു ചെറിയൊരു പെർസെന്റേജ്. ഓക്കെ, അത് മനസ്സിലായി. ലലിതേട്ടാ, അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ സുരേഷ് സാറിന്റെ ഒരു തീരുമാനപ്രകാരം, അല്ലെങ്കിൽ അദ്ദേഹം ചിന്തിക്കുന്നത് ഒരു 1 സ്റ്റെപ്പ് അഹെഡ്, ചെറിയൊരു മാർജിനിലെങ്കിലും ന്യൂസിലൻഡ് ബൗളിംഗ് അറ്റാക്ക് ഉണ്ടാകുന്നതാണ്. ഇവിടെ നമ്മൾ പേസേഴ്സിന്റെ കാര്യം പറഞ്ഞു, ഇവിടെ സ്പിൻ അറ്റാക്കിന്റെ കാര്യം പറയും. ഇപ്പോൾ കുൽദീപ് യാദവ് ടീമിലേക്ക് വരണമെന്ന് ഒരുപാട് പേർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. ഒരേ ഒരു കാരണം അത് വരുൺ ചക്രവർത്തിയുടെ ഫോം ഇല്ലായ്മയാണ്. കാരണം ഇപ്പം ഈ പിച്ചിൽ, ഇപ്പം സുരേഷ് സാർ പറഞ്ഞ പോലെ തന്നെ ഈ പിച്ച് അധികം സ്പിന്നോ ടേണോ നൽകുന്ന പിച്ചല്ല. അവിടെ വരുൺ ചക്രവർത്തിക്ക് അദ്ദേഹത്തിന് അനുകൂലമായ പിച്ച് കണ്ടീഷൻസിൽ വന്നപ്പോൾ പോലും, വിക്കറ്റ് സ്ലോവറായി നിൽക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന് ഈ ടൂർണമെന്റിൽ ഉണ്ടാക്കാൻ കഴിയാതെ പോയൊരു ഇമ്പാക്റ്റ് ഉണ്ട്. ഇപ്പോൾ ലാസ്റ്റ് 4 കളികളിൽ നിന്ന് അദ്ദേഹം 4 വിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ പോലും വരുൺ ചക്രവർത്തിയുടെ എക്കോണമി 11.62 ആണ്. നമുക്ക് വിശ്വസിക്കാൻ കഴിയൂല ഒരു വരുൺ ചക്രവർത്തി പോലൊരു പ്ലെയറിന്റെ എക്കോണമി 11.62 എന്നുള്ളത്. ലാസ്റ്റ് മാച്ചിൽ അദ്ദേഹം അടി വാങ്ങി കൂട്ടുന്നത് നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം സൂര്യകുമാർ യാദവിനോട് പ്രസ് മീറ്റിൽ ടീമിൽ ചേഞ്ച് ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, വരുണിനെ ഞങ്ങൾ ബാക്ക് ചെയ്യുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. സോ ടീമിൽ മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. വരുണിന് ഒരു സാധ്യതയും ഇല്ലാത്തൊരു പിച്ചിൽ മാജിക് പ്രതീക്ഷിക്കാമോ?
എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന പോലെ ഒരു വിന്നിംഗ് കോമ്പിനേഷൻ അവർ മാറ്റാനുള്ള സാധ്യത കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ അഭിഷേകിൻ്റെ പെർഫോമൻസ് സംശയമുണ്ട്. വരുൺ ഭയങ്കര പാത്തറ്റിക്കായിട്ടുള്ളൊരു ടൂർണമെൻറ്റാണ് വരുൺ ഇപ്പോൾ ഗോ ത്രൂ ചെയ്യുന്നത്. പക്ഷേ ന്യൂസിലൻഡിനെതിരെയുള്ള വരുണിൻ്റെ ഒരു കഴിഞ്ഞ ആ 5 മാച്ച് സീരീസ് നമ്മൾ കണ്ടതാണ്. നന്നായിട്ട് തന്നെ വരുൺ ആ ടൂർണമെൻറ്റിൽ നന്നായിട്ട് വരുൺ ബൗൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു പക്ഷേ വരുൺ നന്നായി കളിക്കുമെന്ന് തന്നെയാണ്. ഒരു നേരത്തെ പറഞ്ഞ പോലെ ക്രിക്കറ്റാണ്, ഒരു ദിവസം അല്ലെങ്കിൽ ആ മാച്ചിൽ അയാൾ എങ്ങനെ കളിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഈ ഒരു ബിഗ് മാച്ച് പ്ലെയർ എന്നുള്ളതിൽ അതിനനുസരിച്ചൊരു പ്രത്യേകിച്ച് അയാൾ നമ്പർ 1 2020 ബൗളറാണ്. നമ്പർ 1 2020 ബൗളറും നമ്പർ 1 2020 ബാറ്റ്സ്മാനും ഉള്ള ടീമാണ് ഇന്ന് ഫൈനൽ കളിക്കാൻ ഇറങ്ങുന്നത് എന്ന്. രണ്ടുപേരും ഫാം ഔട്ടാണ്. ഒരു പക്ഷേ ഇന്ന് രണ്ടുപേരുടെ ദിവസമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ വരുൺ ചക്രവർത്തി ഒരു അസാധ്യ ബൗളറാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ചിലപ്പോൾ ബാൾ ടേൺ ചെയ്യാത്തൊരു പിച്ചിലായിരിക്കും പുള്ളി ഇന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്ന് എന്താണ് തൻ്റെ മിസ്റ്റേക്ക് എന്ന് വരുൺ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കമന്റേറ്റർമാരെല്ലാം കഴിഞ്ഞ മത്സരങ്ങളിൽ പറഞ്ഞത് വരുണിൻ്റെ ലെങ്ത്താണ്, ഈ ടൂർണമെൻറ്റിൽ വരുണിൻ്റെ ലെങ്ത്താണ് വരുണിനെ കുഴപ്പിക്കുന്നതാണ്. ഈ ലെങ്തിൽ നിന്ന് കുറച്ച് ഷോർട്ട് ബാൾ വരുണിനെ എല്ലാവർക്കും നന്നായി കളിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു 74 മീറ്ററോ മറ്റോ ആണ് സ്ട്രെയിറ്റ് എന്ന് തോന്നുന്നു. നമ്മൾ 76 ആണ് ഏറ്റവും വലിയ സ്റ്റേഡിയങ്ങളിലൊന്നാണ്. അപ്പോൾ കഴിഞ്ഞ മത്സരങ്ങളിൽ മേടിച്ച പോലെ അത്രത്തോളം പുറത്തേക്ക് പോകാനൊക്കെ പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കിയിരുന്ന സംശയമാണ്. എന്തായാലും ഒരു മിനിറ്റ്, എന്തായാലും സായി നമ്മൾ ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. സായി, ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം, ഇന്ത്യ കാത്തിരിക്കുന്ന 140 കോടി ജനത കാത്തിരിക്കുന്ന മത്സരം. പക്ഷേ രണ്ട് സൈഡിനും ഇപ്പോൾ എല്ലാവരും ഫേവറേറ്റ്സ് ഇന്ത്യ ആണെന്ന് പറയുമ്പോൾ പോലും അങ്ങനെ നമുക്ക് ന്യൂസിലൻഡ് അങ്ങ് എഴുതി തള്ളാൻ കഴിയുമോ? ലാസ്റ്റ് മിനിറ്റിലൊരു സൈഡ് വിലയിരുത്തൽ എങ്ങനെ? ന്യൂസിലാൻഡ് എപ്പോഴും എല്ലാ സീരീസിലും ഒരു അണ്ടർ ഡോഗ്സ് ആണ്. അവരത്ര പെട്ടെന്ന് എഴുതി തള്ളാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോൾ അവർ ഫൈനലിൽ എത്തിയത്. അപ്പോ ന്യൂസിലാൻഡ് ഓൾറെഡി ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഇവർക്ക് ഇന്ത്യയിൽ കളിച്ച്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ലാസ്റ്റ് സീരീസ് ഇന്ത്യ കളിച്ചത് അവരായിട്ടാണ്. സോ അവർക്ക് ഇന്ത്യന്റെ കോമ്പിനേഷൻസ് അറിയാം, വീക്ക്നെസ് അറിയാം, ഗെയിൻ എവിടെയാന്ന് അറിയാം. സോ അവർ ആ ഒരു അപ്പർ ഹാൻഡ് അവർക്കുണ്ട്. അത് ന്യൂസിലാൻഡ് അല്ല വേറെ ഏത് ടീം ഇപ്പോൾ ഫൈനലിൽ ഇന്ത്യനെ നേരിടുകയാണെങ്കിലും അത്ര അപ്പർ ഹാൻഡ് ഉള്ള ഒരു ഓപ്പണന്റ് ആയിരിക്കില്ല. പക്ഷെ ന്യൂസിലാൻഡ് അങ്ങനെയാണ്. ന്യൂസിലാൻഡ് അങ്ങനെ അത്ര അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ശരിയായിരിക്കില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഇന്ത്യ ആണെങ്കിലും അവരുടെ കോമ്പിനേഷൻസ് വർക്ക്ഔട്ട് ചെയ്യാതെ ഒരിക്കലും ഫൈനലിൽ ഇറങ്ങില്ലല്ലോ. ബോളിംഗ് സൈഡ് വീക്കാണ് എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഇപ്പൊ ഇന്ത്യൻ ടീമിൽ നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത്. അത് ന്യൂസിലാൻഡ് ബാറ്റ്സ്മാൻമാർക്ക് എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ചോദ്യമാണ്. പിന്നെ അവരുടെയും ടോപ്പ് ഓർഡർ ആണ് ക്ലിക്ക് ആവുന്നത്. ഇപ്പൊ ഈ ഒരു എൻറ്റയർ T20 സീരീസ് നമ്മൾ എടുത്തു നോക്കിയാൽ എങ്ങനെയാണോ പവർ പ്ലേസിൽ ടോപ്പ് ഓർഡർ കളിക്കുന്നത് അതാണ് ആ ഇന്നിങ്സിന്റെ ഒരു കോർ ബൾക്ക് ഓഫ് ദ സ്കോറിംഗ് വരുന്നത്. ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ക്രിട്ടിക്കലാണ്. ഇപ്പൊ സഞ്ജു അഭിഷേക് കോമ്പിനേഷൻ ആണെങ്കിൽ അത്, ഫിന്നലൻ അപ്പുറത്ത് സൈഫേർട്ട് ആണെങ്കിൽ അവര്. അത് ഞാൻ അംഗീകരിക്കുന്നത് ശരിയാണ്. പക്ഷേ ഇവിടെ ഇപ്പൊ അഭിഷേകിന് ആകെ മൊത്തത്തിൽ ഇത്രയും മത്സരങ്ങളിൽ നിന്നും ഈ ലോകകപ്പിൽ എടുത്തത് 89 റൺസാണ്. അതായത് സഞ്ജു കഴിഞ്ഞ മത്സരത്തിൽ അടിച്ച അതേ റൺസാണ് അഭിഷേക് ഈ ടൂർണമെന്റിലുടനീളം അടിച്ചിരിക്കുന്നത്. പക്ഷേ അഭിഷേകിനെ നമുക്കൊന്നും തള്ളിക്കളയാൻ പറ്റത്തില്ല. ഒരു ടൂർണമെന്റ് കൊണ്ട് അഭിഷേക് ഉണ്ടാക്കിയ കഴിഞ്ഞ 2 വർഷത്തെ ലെഗസി തള്ളിക്കളയാൻ കഴിയില്ല. ഇപ്പോൾ സൈബ് സാദ ഫർഹാനൊക്കെ റാങ്കിങ്ങിൽ 2 വരുന്നത് ഇപ്പോഴും അഭിഷേകുമായിട്ട് നല്ല ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് അഭിഷേകിനെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. പക്ഷേ ഈ ഓപ്പണിംഗ് എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ടല്ലോ. ഇപ്പോൾ നേരത്തെ ഇഷാൻ അഭിഷേക് വന്നപ്പോൾ പാളിപ്പോയ ഓപ്പണിംഗ് സഞ്ജു വന്നപ്പോൾ തിരികെ പിടിച്ചു. ഇപ്പോൾ സായിക്ക് സഞ്ജുവായിട്ട് നേരിട്ട് പരിചയമുണ്ട്, നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ന്യൂസിലൻഡിനെതിരെ സഞ്ജുവിന് അന്ന് 5 മത്സരങ്ങളിൽ 46 റൺസ് അടിച്ച് T20 ലോകകപ്പിലെ സ്ഥിരസ്ഥാനം മാറി നിൽക്കുന്ന ഒരു ഘട്ടം ഉണ്ടായി. ആ ഒരു റിവെഞ്ച് പരിപാടി എന്ന് പ്രതീക്ഷിക്കാം. ഇത് സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം അല്ല, ഒരു പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം ഒരു റിവെഞ്ച് ഒന്നും കാണില്ല ഒരു ഫൈനലിൽ ചെല്ലുമ്പോൾ. സഞ്ജു ഒരു സെൽഫ്ലെസ് പ്ലെയർ കൂടി ആകുമ്പോൾ ടീമിന് വേണ്ടി കളിക്കാനേ നോക്കൂ. ഒന്നാമത്തെ കാര്യം. എല്ലാ ഒരു ദിവസമാണ് ക്രിക്കറ്റിൽ എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു പ്ലെയറിന് ആ ദിവസത്തെ അയാളുടെ കോൺഫിഡൻസ് അനുസരിച്ചാണ് കളി പോകുന്നത്. ഇപ്പൊ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ന്യൂസിലാൻഡ് സീരീസ് എന്ന് പറയുന്നത് ഭയങ്കര പ്രഷർ കുക്കർ ആയിരുന്നു. ടീമിലുണ്ട്, ബട്ട് സ്റ്റിൽ പെർഫോം ചെയ്ത് മുന്നോട്ട് വന്നാലേ സ്ഥാനം ഉറപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു സിനാരിയോ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഗോൾഡൻ പാച്ച് ആണ്. സഞ്ജുവിന് ആ കോൺഫിഡൻസിന് ടോപ്പിലാവും നിൽക്കുന്ന ഒരു പ്ലെയർ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സഞ്ജുവിന് ഒരിക്കലും ആ ഒരു ബാഡ് പാച്ചിനെ കുറിച്ച് ആലോചിക്കാനോ അല്ലെങ്കിൽ ന്യൂസിലാൻഡിന്റെ ബോളിങ്ങിനെ കുറിച്ച് ആലോചിക്കാനോ ആവശ്യമില്ല.
മാക്സിമം ടീമിന് എത്ര സ്കോർ ചെയ്ത് പോകണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല കഴിഞ്ഞ ഇന്നിംഗ്സ് ഒക്കെ നോക്കിയാൽ അറിയാം, നമുക്ക് സഞ്ജു കുറച്ചും കൂടിയും അഭിഷേകിന് ഇന്നിംഗ്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുന്നുണ്ട്. സഞ്ജു ഒറ്റയ്ക്ക് കളിച്ചു പോവുക മാത്രമല്ല, അഭിഷേകിനെ അപ്പുറത്ത് കളിപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ട്. അതായത് അഭിഷേകിനെ ആണെങ്കിലും എഴുതി തള്ളാനായിട്ടില്ല എന്നേ ഞാൻ പറയുള്ളൂ. കാരണം അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ ആണെന്നുള്ളത് കാണിച്ചു തന്നതാണ് ഓൾറെഡി. പിന്നെ അവരവരുടെ നെഗറ്റീവ്സിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഭിഷേകിനാണെന്നുണ്ടെങ്കിലും തിരിച്ചു വരാവുന്നതേ ഉള്ളൂ. സഞ്ജുവിന്റെ ടെക്നിക്സിൽ സഞ്ജു വർക്ക് ചെയ്തു, സഞ്ജു ബാക്ക് ടു ട്രാക്ക് കയറി. അഭിഷേകിനാണെങ്കിലും ഇനഫ് ടൈം കിട്ടിയിട്ടുണ്ട്. 1-2 ദിവസം ആണെങ്കിൽ പോലും അവർക്ക് വർക്ക്ഔട്ട് ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇതേ അഭിഷേകാണ് ന്യൂസിലാൻഡിനെതിരെ നല്ല ഫോമിലായത്. സോ അഭിഷേകിനെ സംബന്ധിച്ചിടത്തോളം മെന്റലി അങ്ങനെ ഒരു ആസ്പെക്ട് കൂടി ഉണ്ട്. സോ അഭിഷേകിനെ എഴുതി തള്ളാനായിട്ടില്ല. ആ ഒരു കോമ്പിനേഷൻ വർക്ക്ഔട്ട് ആയാൽ ഇന്ത്യക്ക് ആ ഒരു ഓപ്പണിംഗിൽ കിട്ടുന്ന റൺസ് കിട്ടിയാൽ ഇന്ത്യ കുറച്ചുകൂടി സേഫർ സൈഡിലേക്ക് പോകും. സോ ഈ ടോസ് ഇപ്പോൾ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലാണ്. അപ്പോൾ ഈ ഡ്യൂ ഫാക്ടേഴ്സ് ഇല്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. ഡ്യൂ എന്ന് പറയുന്നൊരു ഫാക്ടർ ഇവിടെ കളിക്കുന്നില്ല. അപ്പോൾ ടോസ് നിർണായകമാവുന്നൊരു പോയിന്റ് ഉണ്ടാവുമോ? ഇഫ് ഡ്യൂ കളിക്കുന്നില്ല എങ്കിൽ ടോസിന് ഏറ്റവും കൂടുതൽ നിർണായകമാവാനുള്ള സാധ്യതയുണ്ടോ? ഡെഫിനറ്റ്ലി ടോസ് മാറ്റേഴ്സ് അലോട്ട്. കാരണം ടോസിലാണ് കളി ഇരിക്കുന്നത് എന്നുള്ളത് ഈ ഒരു എന്താ പറയാ എൻ്റയർ വേൾഡ് കപ്പ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായതാണ്. ടോസ് പ്ലേസ് എ മേജർ റോൾ. ഇപ്പൊ ഡ്യൂ ഫാക്ടർ എത്ര ഇല്ല എന്ന് പറഞ്ഞാലും ആ ദിവസമാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഡ്യൂ ഫാക്ടർ ഒന്ന് കളിച്ചാലും കളിക്കും. നമുക്കത് ആ ഒരു ഡ്യൂ ഫാക്ടർ ഒട്ടും ഇല്ല എന്ന് പറഞ്ഞ് സൈഡ് ലൈൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. സ്റ്റിൽ ഇന്ത്യ നല്ലൊരു അപ്രന്റ് നല്ലൊരു സ്കോർ അടിച്ചിട്ട് കഴിഞ്ഞാൽ ഇന്ത്യൻ ബോളേഴ്സ് ഒന്നുകൂടി പ്രഷർ കുറയും. ഇന്ത്യ ചേസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് സ്റ്റിൽ ഇന്ത്യയുടെ മിഡിൽ ഓർഡറിൽ ഇപ്പോഴും കുറെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള എലമെന്റുകളുണ്ട്. ബിക്കോസ് ഓഫ് ന്യൂസിലാൻഡിന്റെ ബോളിംഗ് സ്ട്രെങ്ത് ഇന്ത്യനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അവർ വേഴ്സറ്റൈലാണ്. അവർ ഇന്ത്യൻ വിക്കറ്റ്സിൽ കുറച്ചും കൂടി നന്നായിട്ട് സ്ലോവേഴ്സും കട്ടേഴ്സും ഒക്കെ പരീക്ഷിക്കുന്ന ഒരു ബോളിംഗ് ലൈനപ്പാണ്. ജെമിസൺ ആണെങ്കിലും ഡഫി ആണെങ്കിലും കളിക്കുകയാണെങ്കിൽ മാറ്റ് ആൻഡ് ട്രീ അടക്കമുള്ളവർക്ക് അറിയാം. സാഹിബ് ഡഫി തിരികെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഡെഫിനറ്റ്ലി ഡഫി തിരികെ വരുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് ന്യൂസിലൻഡ് അവരുടെ ഒരു വിന്നിംഗ് കോമ്പിനേഷൻ മാറ്റി പേസിന് അനുകൂലമായ പിച്ച് ആയതുകൊണ്ട് ഡഫി തിരികെ വരും എന്നാണ് വിശ്വസിക്കുന്നത്. അവരത് ട്രൈ ഔട്ട് ചെയ്യും. ഡെഫിനറ്റ്ലി അവർ ട്രൈ ഔട്ട് ചെയ്യും. പകരം ആരും അവര് മേ ബി റീപ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജിമ്മി നിഷാമിനെ റീപ്ലേസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ സ്റ്റിൽ ഓൾറൗണ്ടർ ബോളർ ആ ഒരു ഇക്വേഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സംഭവിക്കാനും സാധ്യതയില്ല. ബട്ട് ഓൺ ദ വിക്കറ്റ് ഇവര് ഗ്രീൻ പാച്ച് കണ്ടു കഴിഞ്ഞാൽ ഡ്യൂ ഫാക്ടർ ഇല്ലെങ്കിൽ ചിലപ്പോ ആ ഒരു കോമ്പിനേഷനിൽ പോകാൻ സാധ്യതയുണ്ട്. ഇന്ത്യയാണ് എപ്പോഴും ഈ ഞാൻ നോക്കിയിട്ടുള്ളപ്പോ ഒരേ ഫോർമുല കൊണ്ടുപോകുന്നത്. വിന്നിംഗ് ഫാക്ടർ അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞിട്ട്. ഇന്നിപ്പോ വരുൺ ചക്രവർത്തിക്ക് പകരം കുൽദീപിനെ കൊണ്ടുവന്നാലും കൊണ്ടുവരാം. പക്ഷെ സ്റ്റിൽ അത് ചെയ്യോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. നമ്മളെപ്പോഴും ഒരു അത് ചെയ്യില്ല എന്ന് ഇന്നലെ സൂര്യ വ്യക്തമാക്കിയിട്ടുണ്ട്. അതെ, ഇന്നലെ പ്രസ് കോൺഫറൻസ് അത് പറഞ്ഞാലും സ്റ്റിൽ ലാസ്റ്റ് മിനിറ്റ് കോൾസ് വരാലോ. ഇന്ത്യ എപ്പോഴും ആ ഒരു കൺവെൻഷണൽ ക്രിക്കറ്റിൽ നിൽക്കുകയാണ്. ഇപ്പൊ സഞ്ജുവിന് തന്നെ ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് വരാൻ എന്തൊക്കെ സ്ട്രഗിൾ വന്നു. ഒരാൾ അത്രയും ഫോം ഔട്ട് ആവേണ്ട ഒരു അവസ്ഥയായി. കാരണം അത്രയും ലെഫ്റ്റ് ഹാൻഡേഴ്സിനെ ഇത്രയും ഓഫ് സ്പിന്നേഴ്സിനെ കൊണ്ടുവന്നിട്ടും ഇന്ത്യ മാറ്റി ചിന്തിക്കാതിരിക്കുകയായിരുന്നു. ഫെയിലിയർ ആയിട്ടാണ് മാറ്റുന്നത്. പക്ഷെ കമ്പാരിംഗ് അല്ല, എനിക്ക് അത് ഭയങ്കര കൗതുകമായിട്ട് തോന്നി. ഡഫി തിരികെ വരുന്നു എന്നുള്ളൊരു അനാലിറ്റിക്കൽ പോയിന്റ് ഉണ്ടപ്പോൾ ഭയങ്കര കൗതുകമായിട്ട് തോന്നി. അതുകൊണ്ട് മാത്രം ചോദിക്കുകയാണ്, ഇഫ് ഇതൊരു ഇന്ത്യൻ സൈഡ് അല്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് സിറാജ് തിരികെ വരിക ഇൻ പ്ലേസ് ഓഫ് സേ ഫോർ അർഷ്ദീപോ അങ്ങനെ ആരെങ്കിലും ആണെങ്കിൽ വുഡ് യു ഹാവ് മെയ്ഡ് ദാറ്റ് കോൾ? അങ്ങനെ ഒരു സാധ്യതയിലേക്ക് കൊണ്ടുവന്നേനെ ഈ വിന്നിംഗ് കോമ്പിനേഷനൊക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ. എനിക്ക് ക്ലിയർ ആയില്ല. സിറാജിനെയാണോ? സിറാജിന് കുൽദീപിന്റെ സൈഡിലേക്കാ? അല്ല, അർഷ്ദീപിന്റെ സൈഡിലേക്ക്. അർഷ്ദീപ് അതെ, അർഷ്ദീപിനെ റീപ്ലേസ് ചെയ്യാൻ ഇന്ത്യ കുറച്ച് മടിക്കും. ഒന്ന് ലെഫ്റ്റ് ആം സീമറാണ്. പിന്നെ ഹയർ സ്റ്റേജസിൽ പെർഫോം ചെയ്തിട്ടുള്ള ഒരു കപ്പാസിറ്റി അർഷ്ദീപിനുണ്ട്. പിന്നെ കമ്പാരിങ് ടു സിറാജ്, കുൽദീപ് കുറച്ചും കൂടി ഈസി ടു മെന്യൂവർ ആണ്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന, ഇപ്പൊ കഴിഞ്ഞ മാച്ചിനെ നോക്കിയാൽ മതി, വൈഡ് ലൈനിന്റെ പുറത്ത് ഒരുപാട് എറിഞ്ഞെങ്കിലും ടീം ഡിമാൻഡ്സ് ദാറ്റ് ആയിരുന്നു ആ സിറ്റുവേഷനിൽ. ഇപ്പൊ സഞ്ജു ആണെങ്കിലും വിക്കറ്റ് കീപ്പിന്റെ ബാക്കിൽ നിന്നിട്ട് വെച്ച് കൊടുക്കുന്നത് ആ വൈഡ് ലൈനോട് ചാരിയിട്ടാണ്. അയാളത് ഡെലിവർ ചെയ്യാൻ റെഡിയാണ്, എനി ടൈം ഡെലിവർ ചെയ്യാൻ റെഡി ആയിരുന്നു. സിറാജ് അത് നോക്കുന്ന സമയത്ത് സിറാജിനേക്കാൾ കുറച്ചുകൂടി ഒരു അപ്പർ ഹാൻഡ് ഉള്ളത് അർഷ്ദീപിന് തന്നെയായിരിക്കും. പിന്നെ സിറാജിനേക്കാൾ ഒന്നുകൂടി ഒരു മൂവ്മെന്റും കൂടുതലുള്ളത് അർഷ്ദീപിനായതുകൊണ്ട് അവര്, ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് ഇന്ത്യ ഒരു എന്താ പറയാ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ടഫ് കോൾ എടുക്കാനാണെന്നുണ്ടെങ്കിൽ സിറാജിനെ അവർക്ക് മാറ്റി പരീക്ഷിക്കാം. പക്ഷെ അത് ഫൈനലിൽ പരീക്ഷിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഒന്നിനും പരീക്ഷിക്കില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എവിടെ അങ്ങനെ പരീക്ഷണങ്ങൾ നടത്തി ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടില്ല.
പക്ഷെ ന്യൂസിലാൻഡ് അങ്ങനെയല്ല, അവര് ടഫ് കോൾസ് എടുക്കുന്ന ഒരു ടീമാണ്. ഡെഫിനറ്റ്ലി അവർ അങ്ങനത്തെ ടഫ് കോൾ എടുത്താലും നമ്മൾ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇന്ത്യ എടുത്താൽ നമ്മൾ അത്ഭുതപ്പെടണം. അതിപ്പോ ചക്രവർത്തിനെ മാറ്റി കുൽദീപിനെ കൊടുത്താൽ തന്നെ അത്ഭുതമാണ്. ഉറപ്പായിട്ടും. അതിപ്പോ ഞാൻ പറയുന്നത് ചക്രവർത്തി എന്നുള്ള രീതിയിലല്ല, ഏത് പ്ലെയറിനെ മാറ്റി ആരെ കൊണ്ടുവന്നാലും അതൊരു ഭയങ്കര അത്ഭുതമായിരിക്കും. ഭയങ്കര അത്ഭുതമായിരിക്കും അത്. യെസ്, എന്തായാലും താങ്ക് യു സോ മച്ച് പങ്കെടുത്തതിന്, സംസാരിച്ചതിന്. ഞാൻ സുരേഷ് സാറിലേക്ക് പോവാണ്. സാർ, ന്യൂസിലൻഡ് നമ്മൾ ഈ പറയുന്ന അണ്ടർഡോഗ്സ് എന്നൊക്കെ പറയുമ്പോൾ പോലും അവർ പഠിച്ച് ഓരോ കളികളിലും ഇറങ്ങാറുണ്ട്. അതായത് ന്യൂസിലൻഡ് ഞാൻ വിശ്വസിക്കുന്നത് അവർ മാച്ചപ്പിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നവരാണ്. അതായത് ഒരു പ്ലെയറിൻ്റെ പ്രശ്നം എന്താണ്, അവർക്ക് ഓപ്പോസിറ്റായിട്ട് ആർക്ക് കളിക്കണം എന്ന് കൃത്യമായി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കളിക്കുന്ന പ്ലെയറാണ്. അല്ലാതെ അവർ വിന്നിങ് കോമ്പറ്റീഷൻസിന് പിന്നാലെ പോകുന്നവരല്ല. ഒരു ടീമിനെതിരെ ഒരു ടീം ജയിച്ചു, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു 11 സെറ്റ് ഓഫ് പ്ലെയേഴ്സ് ജയിച്ചു എന്ന് കരുതി അടുത്ത വേറൊരു ടീമിലേക്ക്, വേറൊരു പിച്ചിലേക്ക്, വേറൊരു കണ്ടീഷൻസിലേക്ക് അതേ ടീമിലേക്ക് പോകുന്ന ടീമല്ല ന്യൂസിലൻഡ്. ഇന്ത്യ നേരെ തിരിച്ചാണ്. ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ ജയിച്ചാൽ അതേ ടീമുമായിട്ട് ഏത് ടീമിനെതിരെയും കളിക്കും. അതിപ്പോൾ ഏത് സ്ഥലത്താണെങ്കിലും പോയി കളിക്കും. കാരണം പ്ലെയേഴ്സിൻ്റെ കോൺഫിഡൻസിനെ അത് ബാധിക്കുമെന്ന് ഇന്ത്യ വിശ്വസിക്കുന്നു. ന്യൂസിലൻഡ് അങ്ങനത്തെ ഒരു സൈഡല്ല. ഇവിടെ ഇപ്പോൾ സായി പറഞ്ഞ പോലെ തന്നെ ജേക്കബ് ഡഫിയുടെ ഒരു ഇൻക്ലൂഷൻ എനിക്കത് ഭയങ്കര രസകരമായിട്ട് തോന്നി. കാരണം പിച്ച് അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ജേക്കബ് ഡഫി വരികയാണെങ്കിൽ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് കളിക്കാവുന്ന ഒരു പിച്ചും കൂടിയാണ്. സോ അങ്ങനെ ഒരു ചേഞ്ച് ന്യൂസിലൻഡ് വരുത്തിയാൽ അതിൽ അത്ഭുതപ്പെടാനുണ്ടോ? അതിന് ജിമ്മി നീഷത്തെ മാറ്റുകയാണെങ്കിൽ അത് കൃത്യമായ ബാലൻസിങ് ആവും. അതെ, ഇപ്പോ മിസ്റ്റർ സായി പറഞ്ഞ പോലെ തന്നെ അവരൊരു ചേഞ്ച് വരുത്തിയേക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോഴാണ് അതും നോട്ടീസ് ചെയ്തത്, ജേക്കബ് ഡഫിക്ക് വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ താങ്കൾ ആദ്യം പറഞ്ഞ പോലെ ന്യൂസിലാൻഡ് വളരെ പഠിച്ച് ഹോംവർക്ക് ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അവരുടെ സെമി ഫൈനൽ. കാരണം അതുവരെ വിന്നിംഗ് സ്ട്രീക്കിൽ വന്നിട്ടുള്ള സൗത്ത് ആഫ്രിക്കയെ അവര് അടിച്ചു പൊളിച്ച് മലർത്തി അടിച്ചത് നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ചും ആദ്യത്തെ 6 ഓവർ തന്നെ 75-5 എന്നൊക്കെയുള്ള നിലയിൽ സൗത്ത് ആഫ്രിക്ക വന്നപ്പോൾ തന്നെ കളി ഏകദേശം കഴിഞ്ഞ മാതിരിയായി. അപ്പൊ അവര് വളരെ ഹോംവർക്ക് ചെയ്തിട്ട് തന്നെയാണ് നോക്കൌട്ടിലേക്ക് ഒരുങ്ങിയിട്ടുള്ളത്. സൂപ്പർ 8 അവർക്ക് ചെറിയ ഒരു മഴയൊക്കെ വന്നത് കാരണം ചില പ്രശ്നങ്ങൾ പിന്നെ ഇംഗ്ലണ്ട് അതൊക്കെ ഒരു ദൗർഭാഗ്യം വന്നതാണ്. പക്ഷെ അവർ ഒരുക്കിയിട്ട് തന്നെ ആയിരിക്കും ഇന്ന് വരുന്നത്. പിന്നെ ഇന്ന് ചേഞ്ച് വരുമോ എന്നുള്ളത് ഡിപ്പെൻസ്. കാരണം ഇന്ത്യൻ കണ്ടീഷനിൽ ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ ഒരു വിന്നിംഗ് കോമ്പിനേഷനെ മാറ്റുക എന്നുള്ളത് പോസിബിൾ അല്ല. കാരണം അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിസ്ക് എടുക്കുകയാണെങ്കിൽ അത് ആ റിസ്ക് വിജയിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര് പുകഴ്ത്തുണ്ടാവും. പക്ഷെ എങ്ങാനും പാളി പോയി കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും വിമർശനങ്ങൾ ഇഷ്ടം പോലെ വരും. അപ്പൊ അത് കാരണം സൂര്യകുമാർ യാദവ് ഒരു റിസ്കിന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കുൽദീപ് യാദവിന്റെ കാര്യത്തില്. പക്ഷെ ജേക്കബ് ഡഫിയെ അദ്ദേഹം പറഞ്ഞ പോലെ, മിസ്റ്റർ സായി പറഞ്ഞ പോലെ ചിലപ്പോൾ ഇൻക്ലൂഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ജിമ്മി നീഷം അത്ര ഒരു നല്ല ഫോമിലല്ല. ജിമ്മി നീഷത്തിന് പകരം കൊണ്ടുവരാനുള്ള ചാൻസുകൾ വളരെയധികം ഉണ്ട്. പിന്നെ മാറ്റാൻ പറ്റിയ ആള് ലോക്കി ഫെർഗൂസനാണ്. പക്ഷെ ലോക്കി ഫെർഗൂസനൊന്നും ഒരു സ്ട്രൈക്ക് ബൗളർ എന്നുള്ള കളിത്തട്ടകം പിച്ചാണ്, എനിക്ക് തോന്നുന്നില്ല അതൊന്നും മാറ്റില്ല. അപ്പൊ ജിമ്മി നീഷമിനാണ്, ജേക്കബ് ഡഫി വരികയാണെങ്കിൽ നീഷമിനാണ് ചീട്ട് കയറുക എന്നാണ് തോന്നുന്നത്. യെസ്, എന്തായാലും ലലിതേട്ടാ, ഇപ്പോൾ ഇന്ത്യക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇതൊരു വലിയ ഗെയിമാണ്. ഹോം ഗ്രൗണ്ടിൽ നടക്കുന്ന മത്സരം ഇത്രയെത്തി ഫൈനലിലൊക്കെ പരാജയപ്പെടാന്ന് കഴിഞ്ഞാൽ സൂര്യകുമാർ യാദവിനൊക്കെ കേൾക്കാൻ പോകുന്ന വിമർശനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ചെറുതൊന്നുമല്ല. ഇപ്പോൾ പ്രസ് മീറ്റിൽ സഞ്ജു സാംസണെ കളിയാക്കുന്ന ടോണിലേക്ക് സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം സൂര്യകുമാർ യാദവ് എന്ന ക്യാപ്റ്റൻ കേട്ട വിമർശനങ്ങൾക്ക് കൈയും കണക്കൊന്നുമില്ല. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഇന്നത്തെ മത്സരം അത്രയും നിർണായകമാണ്. 2024 രോഹിത്തും കോഹ്ലിയും ചേർന്ന്, റോക്കോ സഖ്യം ചേർന്ന് നമുക്ക് തന്ന ആ T20 ലോകകപ്പ് 2026 വരുമ്പോൾ സ്വന്തം മണ്ണിൽ ജയിക്കുക എന്നത് ഏറ്റവും നിർണായകമായ കാര്യം. അതിനോടൊപ്പം തന്നെ 2 കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, ഈ വേൾഡ് കപ്പ് ചരിത്രം 2007 ഇന്ത്യ ജയിക്കുന്ന ആദ്യത്തെ വേൾഡ് കപ്പ് ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്തിട്ടാണ് ജയിക്കുന്നത്. ജയം 5 റൺസിനാണ്. 2024 സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നമ്മൾ ജയിച്ചതും ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്തിട്ടാണ്, ജയം 7 റൺസിനാണ്. ടൈറ്റ് കോമ്പറ്റീഷനും ആദ്യം ബാറ്റിങ്ങുമാണ് ചെയ്യുന്നത്. ആ ഫ്ലോയിൽ ടോസ് നേടിക്കഴിഞ്ഞാൽ ഇന്ത്യ ആദ്യം ബാറ്റിംഗ് തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഡെഫിനറ്റ്ലി ടോസ് വിൻ ചെയ്താൽ ഇന്ത്യ ആദ്യം ബാറ്റിംഗ് തിരഞ്ഞെടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൻ്റെ, അഹമ്മദാബാദ് പിച്ചിൻ്റെ ഒരു ചരിത്രം നമ്മൾ അല്ലെങ്കിൽ ഇതുവരെയുള്ള കളികൾ പരിശോധിച്ചാൽ ആദ്യം ബാറ്റ് ചെയ്ത ടീമുകളാണ് ഭൂരിഭാഗം മത്സരങ്ങളും ജയിച്ചിരിക്കുന്നത്. നമ്മൾ ഇതുവരെ ഈ പറഞ്ഞു വെച്ച ഈ അന്ധവിശ്വാസവും ഈ വിശ്വാസവും അനുസരിച്ചാണെങ്കിൽ ഈ ഹോട്ടൽ വരെ മാറിയ ഇന്ത്യ തീർച്ചയായും ടോസ് കിട്ടിയാൽ ബാറ്റിംഗ് എടുക്കുകയുള്ളൂ എന്ന് ഞാൻ പറയുന്നു. അതിനുള്ള സാധ്യതയായിരിക്കും. പിന്നെ നമുക്ക്
ഈ പറഞ്ഞ പോലെ ഒരു നേരത്തെ പറയുമ്പോൾ ഏതാണ്ട് 1.25 ലക്ഷം പേര് കളിയണം വരുന്നൊരു ഗ്രൗണ്ടാണ്. അപ്പോൾ സ്വന്തം മണ്ണിൽ കളിക്കുന്നു, സ്വന്തം കാണികൾക്ക് മുന്നിൽ കളിക്കുന്നു എന്നുള്ളതൊരു പ്ലസ് പോയിന്റ് പോലെ മൈനസ് പോയിന്റും ആവും. മൈനസ് പോയിന്റ് ആവും. അല്ല, മൈനസ് പോയിന്റും ആവുന്നു. കാരണം സമ്മർദ്ദമാണല്ലോ, പ്രഷർ. ആ ഒരു പ്രഷർ ഉണ്ടാവുമല്ലോ. പോസിറ്റീവ് നെഗറ്റീവ് ഉള്ള ഒരു ഭയങ്കര ആൾക്കൂട്ടമായിരിക്കും. പക്ഷേ ഈ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു നമ്മുടെ സ്ട്രെങ്ത്, അതായത് ന്യൂസിലൻഡിനെ പരീക്ഷിക്കാൻ പറ്റിയ ഒന്നാം ഒരു ബൗളിംഗ് നില നമ്മുടെ കയ്യിലുണ്ട്. ഈ നേരത്തെ സായി പറഞ്ഞ പോലെ ഈ അഷ്ദീപ് എന്ന് പറയുന്നൊരു കക്ഷി, പുള്ളി പല ഫൈനലുകളും അല്ലെങ്കിൽ പല പ്രധാനപ്പെട്ട മാച്ചുകളിലും അഷ്ദീപ് അസാമാന്യമായി കളിക്കുന്നത്, ബൗൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ബിഗ് മാച്ച് പ്ലെയറാണ് അഷ്ദീപ്. പിന്നെ ഓൾവേസ് ജസ്പ്രീത് ബുംറ, മറ്റെന്താണ് വൺസ് ഇൻ എ ജനറേഷൻ ബൗളർ എന്ന് പറയുന്ന പോലെ ബുംറയുണ്ട്, അഷ്ദീപ് ഉണ്ട്. ഏറ്റവും നല്ല ഉദാഹരണം ഹർദിക് പാണ്ഡ്യ ടൂർണമെന്റിൽ നന്നായി ബൗൾ ചെയ്യുന്നുണ്ട്. അതായത് പെർഫോമൻസ് ഉണ്ട്. ഒരു സൈഡിൽ നിന്ന് ജസ്പ്രീത് ബുംറ ടൈറ്റ് ചെയ്യുന്ന കളിയിൽ പാണ്ഡ്യക്ക് വിക്കറ്റ് ഇടാൻ കഴിയും. കഴിഞ്ഞ കളിയിലൊക്കെ നമ്മൾ പാണ്ഡ്യക്ക് വിക്കറ്റ് ഇടാൻ കഴിയുന്നുണ്ട്. പിന്നെ നമ്മുടെ ആരാണ്, നമ്മുടെ വരുൺ ചക്രവർത്തി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ടൂർണമെൻറ്റിൽ ഇതുവരെ ഫോമിലെത്തില്ലെങ്കിലും വരുണിനെ കളിക്കാൻ സ്റ്റിൽ ന്യൂസിലൻഡിൻ്റെ കഴിഞ്ഞ നമ്മുടെ ഒരു 5 മാച്ചുള്ള സീരീസ് കണ്ടാണ് വരുണിനെ കളിക്കാൻ ന്യൂസിലൻഡിന് പാടാണ്. റീഡ് ചെയ്യാൻ പലപ്പോഴും പറ്റാറില്ല. നമ്മൾ ഈ അവിടെ ഞാനൊരു വേറെ കാര്യം പറയാം. അക്കോർഡിംഗ് ടു സ്റ്റാറ്റ്സ്, ഗ്ലെൻ ഫിലിപ്സ് രച്ചിൻ രവീന്ദ്രയ്ക്കും വരുൺ ചക്രവർത്തിക്കെതിരെ നല്ല രീതിയിലുള്ള മാർജിൻ ഉണ്ട്. രച്ചിൻ രവീന്ദ്രയ്ക്ക് ആസ് എ സ്ട്രൈക്ക് റേറ്റ് ഓഫ് 228, ഗ്ലെൻ ഫിലിപ്സ് ആസ് എ സ്ട്രൈക്ക് റേറ്റ് ഓഫ് 183. ഈ രണ്ടുപേരും ഉണ്ട്. രച്ചിൻ രവീന്ദ്രയ്ക്ക് ലെഫ്റ്റ് ഹാൻഡർ എന്നുള്ളൊരു ഭയങ്കര ആനുകൂല്യമുണ്ട് വരുണിനെതിരെ. നമ്മൾ കഴിഞ്ഞ കളിയിലും കണ്ടതാണ്. ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻമാർ സുന്ദരമായി ലെഫ്റ്റ് ഹാൻഡേഴ്സ് വരുണിനെ കളിച്ച രീതിയുണ്ടല്ലോ. ബെത്തൽ തന്നെയാണല്ലോ കഴിഞ്ഞ കളിയിലും വരുണിനെ തല്ലുക്കുന്നത്. അടി മൊത്തം വാങ്ങിയത് ബെത്തലിൽ നിന്നാണ്. പക്ഷേ ഇന്ന് വരേണ്ട ദിവസമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ പറഞ്ഞ പോലെ ബൗൺസുള്ള പിച്ചാണ് ഒരുക്കുന്നതെങ്കിൽ വരുണിന് കുറേ കൂടെ അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അങ്ങനെ വരുന്ന ഒരു മാച്ച് ഉണ്ടാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. കുറച്ചധികം കാര്യങ്ങളും കൂടെ ചർച്ച ചെയ്യാനുണ്ട്. ഇന്ത്യയുടെ ബാറ്റിംഗ് ഡെപ്ത്, ന്യൂസിലൻഡ് മിഡിൽ ഓർഡർ എല്ലാം ചർച്ച ചെയ്യണം. നമ്മളൊരു ഇടവേളയ്ക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ. കളിക്കളം റെഡി. കേരളം എന്ന വലിയ കോട്ടിൽ ഇനി പോരാട്ടം മുറുകുന്നു. 140 മണ്ഡലങ്ങളുടെ ഭാവി നിർണയിക്കുന്ന പോരാട്ടം. നെറ്റിന് അപ്പുറവും ഇപ്പുറവും അതികായന്മാർ. കേരളം വിധി എഴുതുന്ന മഹാപോരാട്ടം. തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ വേഗമേറിയ കളം. ചരിത്രത്തിന്റെ പടിവാതിലിൽ എത്തി നിൽക്കുകയാണ് ഇന്ത്യ. നമ്മൾ ചർച്ച തുടരുകയാണ്. സുരേഷ് സാർ, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മാച്ചപ്പ് ഞാൻ വിലയിരുത്തുന്നത്, തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് സഞ്ജുവിൻ്റെ പേര് പറഞ്ഞു പോകണം. കാരണം ഒരുപാട് പ്രതീക്ഷകൾ ആ മനുഷ്യന് മേൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 2 മത്സരങ്ങളിലെ പ്രകടനം അത് വല്ലാത്ത പ്രകടനമാണ്. ആ രീതിയിൽ തന്നെ കാണുകയും ചെയ്യണം. അപ്പോൾ മാറ്റ് ഹെൻറി, സഞ്ജു സാംസൺ തമ്മിലുള്ള മാച്ചപ്പ്, അതോടൊപ്പം തന്നെ ഈ സ്പിൻ കോമ്പിനേഷൻ, ഇപ്പം സാന്നർ, രച്ചിൻ രവീന്ദ്ര എന്ന കോമ്പിനേഷൻ കൂടി എടുത്തു പറയുമ്പോൾ ഗ്ലെൻ ഫിലിപ്സിലേക്ക് നമ്മൾ വരാം. പക്ഷേ രച്ചിൻ രവീന്ദ്ര കഴിഞ്ഞ മത്സരത്തിന് ശേഷം പറഞ്ഞൊരു കാര്യം, സാന്നർ അപ്പുറത്തെ ഭാഗത്ത് നിന്ന് ടൈറ്റ് ചെയ്തതുകൊണ്ടാണ് എനിക്ക് കിട്ടിയ വിക്കറ്റുകളുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അത് ഭയങ്കര ഗംഭീരമായിട്ടൊരു അനാലിസിസ് പോലെ തോന്നി. കാരണം സാന്നർ അപ്പുറത്തുനിന്ന് റൺസ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എതിരാളിക്ക് രച്ചിനെ കളിക്കേണ്ടി വരും. കാരണം അവരൊരു 4+4 ഒരു 8 ഓവേഴ്സ് അറ്റ് സ്പെല്ല് അടിക്കുന്ന ടീമുകളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രച്ചിന് അത് വിക്കറ്റായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, സാന്നർ അതിന് എക്കോണമി ആയിട്ട് കൺവേർട്ട് ആവുന്നു.
ഈ ഒരു മാച്ചപ്പ് ഉണ്ടല്ലോ, അത് എങ്ങനെയായിരിക്കും ഇന്ത്യ ടാക്കിൾ ചെയ്യാൻ പോകുക? എത്രയൊക്കെ നമ്മൾ സ്പിൻ അനുകൂലമല്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും ഈ രണ്ട് പ്രധാനപ്പെട്ട ലെഫ്റ്റ് ആം സ്പിന്നേഴ്സ് ഉണ്ട്, അവരെങ്ങനെയായിരിക്കും ഇന്ത്യ ഡീൽ ചെയ്യുക? അതെ, അത് ഇന്ന് ചിന്തിച്ച ഒരു വിഷയം തന്നെയാണ്. ഇപ്പൊ ആദ്യം നമ്മൾ മിച്ചൽ സാന്റനറെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെ തന്ത്രശാലിയായ ഒരു ക്യാപ്റ്റൻ എന്നതിലുപരി വളരെയധികം കഴിവുള്ള ഒരു ലെഫ്റ്റ് ആം സ്പിന്നർ കൂടിയാണ്. അപ്പോൾ ഡാനിയൽ വെറ്റോറിയുടെ ഒക്കെ ആ ഒരു പൊസിഷനിൽ ആ അഭാവം നികത്തുന്ന ഒരു ബൗളർ കൂടിയാണ് അദ്ദേഹം. അങ്ങനെ സാന്റനർ ഇപ്പൊ സമീപകാലങ്ങളിൽ ഒരു നല്ല ഓൾറൗണ്ടർ എന്നുള്ള നിലയിലേക്കും വളർന്നിട്ടുണ്ട്. സമീപകാലത്ത് അദ്ദേഹം കാഴ്ചവെക്കുന്ന ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ആ ടീമിന് മൊത്തം ഒരു ഉത്തേജനമായിട്ട് വരുന്നതാണ്. അത് കാരണം അദ്ദേഹത്തിന്റെ ടാക്ടിക്സുകളിൽ വരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ബൗളിംഗ് പ്രകടനത്തിൽ വരുന്ന ആ കൺസിസ്റ്റൻസിയാണ് കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ രജിൻ രവീന്ദ്രക്കൊക്കെ വിക്കറ്റ് കിട്ടാൻ സഹായകമായത്. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ബൗളറായിരിക്കും ഇവർ രണ്ടുപേരും. പ്രത്യേകിച്ചും സാന്റനറുടെ 4 ഓവറുകൾ ഇന്ത്യൻ ടീമിന്റെ ഗതി നിർണ്ണയിക്കാൻ തന്നെ പര്യാപ്തമായിരിക്കും. രച്ചിൻ 4 ഓവർ എറിയോ എന്നുള്ളത് അറിയില്ല, അടി കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ മാറ്റുമായിരിക്കും. പക്ഷെ സാന്റനർ എന്തായാലും 4 ഓവർ ഉണ്ടായിരിക്കും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കളിക്കേണ്ടതാണ്. ഈ എറിയിട്ടിയ മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മാത്രം ചോദിക്കുകയാണ്, ഈ മെക്കോൺകി കഴിഞ്ഞ മത്സരത്തിൽ എറിഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം ആകെ എറിഞ്ഞത് ഒരൊറ്റ ഓവറാണ്. അതായത് സാന്റനർ കൊടുത്ത ഒരൊറ്റ ഓവർ അദ്ദേഹം 9 റൺസ് വഴങ്ങി 2 നിർണായക വിക്കറ്റുകൾ വീഴ്ത്തി. അതായത് ഒരു ഓവറിൽ 2 വിക്കറ്റ് വീഴ്ത്തുന്ന ബൗളറിനെ പിന്നീട് പരീക്ഷിക്കാൻ ക്യാപ്റ്റൻ തയ്യാറാവുന്നില്ല. സാധാരണ നമ്മളത് കാണുന്നില്ല. സാന്റനർ പറയാണ് മതി, എനിക്ക് നിന്നെക്കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞു, നീ മാറി നിന്നു എന്ന് പറയുന്ന ആ ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ചാണ് സാന്റനറിനെ ക്യാപ്റ്റനെ കുറിച്ചും ചർച്ച ചെയ്യേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും അതൊരു വിരോധാഭാസം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ സാധാരണ ഒരു ഡിസിഷൻ അങ്ങനെ വരുമ്പോൾ 2 വിക്കറ്റ് എടുത്ത ഒരാളെ, അതും ഒരു ഓവറിൽ 9 റൺ മാത്രം കൊടുത്ത ഒരാളെ മാറ്റേണ്ടതിന്റെ ഒരു ആവശ്യകത അവിടെ വരുന്നില്ല. പക്ഷെ ആ ഒരു പ്രത്യേക സമയത്ത് ആ ഒരു സിറ്റുവേഷൻ എന്താ എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ ഇന്ന് എന്തായാലും രച്ചിൻ രവീന്ദ്രയുടെ കാര്യത്തിൽ അദ്ദേഹം 4 ഓവർ എറിയുന്നതിന് പ്രതീക്ഷിക്കാം. അങ്ങനെ വരുമ്പോൾ ഈ 8 ഓവർ ലെഫ്റ്റ് ആം സ്പീഡ് ഇന്ത്യ ശ്രദ്ധിച്ച് കളിക്കണം. 8 ഓവർ ഒരു ഇന്നിങ്സിൽ 8 ഓവറും റൺ റേറ്റ് കുറയുക എന്ന് പറഞ്ഞത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ അതെങ്ങനെ ഇവരെ എങ്ങനെ ഡീൽ ചെയ്യുന്നു അനുസരിച്ചും കാര്യങ്ങൾ. പക്ഷെ ഒരു ചെറിയൊരു ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ അധികം ടേൺ ഇല്ലാത്തൊരു പിച്ച് എന്ന് താങ്കൾ പറഞ്ഞ പോലെ തന്നെ ടേൺ ഇല്ലാത്തൊരു പിച്ച് എന്നുള്ള ഒരു ചെറിയൊരു ആശ്വാസം വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ ശ്രദ്ധിച്ച് നന്നായി തന്നെ കളിക്കുന്നു പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ബാറ്റർമാർക്കൊക്കെ ഒരുവിധം സ്പിന്നിനെ കളിക്കാൻ കഴിയുന്നവരാണ് എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഓക്കെ ലളിത് ചേട്ടാ, ഈ കീ പ്ലെയേഴ്സ് നമുക്ക് അതിലേക്ക് ഒന്ന് പോവാം. അതായത് ആരെയൊക്കെ ആയിരിക്കും ഇന്ത്യ ഭയക്കേണ്ടത്? ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം. ഒന്നാമത് ടിം സൈഫേർട്ട്, ഫിൻ അലൻ എന്ന ഈ ഡെഡ്ലി ഓപ്പണിംഗ് കോമ്പിനേഷൻ, ഇവരെ രണ്ടുപേരെയും പവർ പ്ലേ 6 ഓവറിനുള്ളിൽ പൂട്ടിക്കെട്ടുക എന്നത് തന്നെയായിരിക്കും ബുംറയ്ക്കും അർഷദീപിനും ഇന്ന് കൊടുക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്ക്. അതിനോടൊപ്പം തന്നെ ഡാരൽ മിച്ചൽ കളിച്ച ഇന്ത്യൻ കണ്ടീഷൻസുമായിട്ട് നല്ലോണം പൊരുത്തപ്പെട്ടിരിക്കുന്ന ബാറ്റർ, സാന്റനർ ഓഫ് കോഴ്സ് ആൻഡ് ഗ്ലെൻ ഫിലിപ്സിന് ഏത് ബോൾ എയറിലായാലും അദ്ദേഹം പോയി ചാടിപ്പിടിക്കും. ഞാൻ പറഞ്ഞാൽ ഈ ടോപ്പ് 5 കീ പ്ലേയേഴ്സ് അല്ലാണ്ട് ഇവരെ എത്രമാത്രം ഭയക്കണം. അതോടൊപ്പം തന്നെ ലളിതേട്ടൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കീ പ്ലേയേഴ്സ് ആയിരിക്കും ന്യൂസിലൻഡ് സൈഡിൽ നിന്ന്. എന്നെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സുരേഷ് സാർ പറഞ്ഞ പോലെ മിച്ചൽ സാന്റനറിൻ്റെ 4 ഓവർ വളരെ നിർണായകമാണ്. അത് മാത്രമല്ല, ഈ കഴിഞ്ഞ കളിയിലൊക്കെ നമ്മൾ കണ്ട് സമയത്തിന് മുമ്പേ ന്യൂസിലൻഡ് ബൗൾ ചെയ്ത് അവർ പടി തീർത്ത് അവർ തിരിച്ച് കയറും ബാറ്റ് ചെയ്യാനായിട്ട്. അത് സാന്റനറിൻ്റെ 4 ഓവർ നമുക്കറിയാം. ഇപ്പോൾ സഞ്ജു ഈ സീരീസിൽ കഴിഞ്ഞ 5 മാച്ച് സീരീസിൽ സാന്റനർക്കെതിരെ ഔട്ടായ ബോളൊക്കെ ഉണ്ട്. അതായത് നമുക്ക് പ്രത്യക്ഷത്തിൽ ഒരു ഉപദ്രവം തോന്നാത്തൊരു ബോളിൽ സഞ്ജുവിൻ്റെ മിഡിൽ സ്റ്റംപ് പോവാണ്. ഭയങ്കര അതായത് തല ഉപയോഗിച്ച് ബൗൾ ചെയ്യുന്ന ബൗളറാണ് സാന്റനർ. ഭയങ്കരമായിട്ട് കണ്ടഞ്ഞ് സാന്റനർ അങ്ങനെ ഒരു കളിയിലും സാന്റനർ അങ്ങനെ തല്ല് വാങ്ങിയുള്ള കളികൾ നമ്മൾ കണ്ടിട്ടില്ല. രച്ചിൻ രവീന്ദ്രനും ഒരു പ്രശ്നമാകാൻ വഴിയില്ല. കാരണം എനിക്ക് തോന്നുന്നു ഈ നന്നായിട്ട് സ്പിന്ന് കളിക്കുന്ന മാത്രമല്ല നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻമാരുടെ നമുക്ക് കൂടുതലായിട്ട് രച്ചിൻ രവീന്ദ്രനും പ്രശ്നം. പക്ഷേ സാന്റനർ ഈ പറയുന്ന പോലെ ഭയങ്കര തന്ത്രശാലിയാണ്. ചില സ്റ്റോക്ക് ബോൾസൊക്കെ എപ്പോഴും വേണമെങ്കിലും വിക്കറ്റ് എടുക്കാൻ തരത്തിലുള്ള ഒരു അപ്പോൾ മിച്ചൽ സാന്റനർ സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഡാരൽ മിച്ചൽ ഹരി പറഞ്ഞു. പക്ഷേ ഡാരൽ മിച്ചൽ കഴിഞ്ഞ 1 ഡേ സീരീസിൽ ഇന്ത്യക്കെതിരെ കളിച്ച മിച്ചലേ അല്ല 2020 വരുമ്പോൾ. 1 ഡേയിൽ മിച്ചൽ കളിച്ച കളിയിലെല്ലാം കളിച്ചു, ഗംഭീരമായിട്ട് കളിച്ചു, 2-3 സെഞ്ചുറി അടിച്ചു. പക്ഷേ T20 സീരീസിൽ ഡാരൽ മിച്ചലിൻ്റെ നിഴൽ മാത്രമാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഈ ഓപ്പണിംഗ് ജോഡി അത് സത്യം പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയെ പോലുള്ളൊരു വേൾഡ് ക്ലാസ് ബൗളിംഗ് ടീമിനെതിരെ അല്ലെങ്കിൽ ബൗളിംഗ് കോമ്പിനേഷനെതിരെ അവർ കളിച്ചൊരു കളിയുണ്ട്. അവരെടുത്തൊരു എന്താണ് ഒരു അഗ്രസീവ് സ്റ്റെപ്പുണ്ട്. അത് സത്യം പറഞ്ഞാൽ നമുക്ക് ഉറക്കത്തിൽ പോലും നമ്മൾ പേടിച്ചു. സൗത്ത് ആഫ്രിക്കക്കാർ കുറേ കാലം ഞാൻ നേരത്തെ പറയുന്നില്ല, കുറേ കാലം അവർ വേട്ടയാടുന്നൊരു തോൽവിയാണത്. കാരണം
അതുപോലാണ് അവർ റബാഡ അടക്കമുള്ള ബൗളർമാർ നേരിട്ടത്. എന്തൊരടിയായിരുന്നു! 13 ഓവറിൽ 174 കഴിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്, കളി ജയിച്ചു പറഞ്ഞു. ഇനി ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ആ ആറ്റിലൂടെ നിൽക്കുന്ന ഒരു ടീമിനോടാണ്. കാരണം അവരുടെ കോൺഫിഡൻസ് ആ ലെവലിൽ നിൽക്കുകയാണ്. ആ ടീമിനോടാണ് നമ്മൾ മത്സരിക്കുന്നതുകൊണ്ട് ആലോചിക്കണം. പക്ഷേ അവിടെയും ഈ പറഞ്ഞ പോലെ ഈ വലിയ മാച്ചുകളിൽ എന്താണ് തൻ്റെ കാലിബർ നിലയ്ക്കുന്ന അഷ്ദീപും, പിന്നെ എപ്പോഴും ഏത് പാരാത്രിക്കും ഏത് ഉറക്കത്തിലും നമുക്ക് വിശ്വസിക്കാവുന്ന ബുംറയും ഉണ്ട് എന്നുള്ളൊരു ആശ്വാസമാണ് എനിക്കുള്ളത്. എനിക്ക് തോന്നുന്നു ഇന്ന് ഒരു പക്ഷേ ഇപ്പോൾ അഷ്ദീപും അതുപോലെ പാണ്ഡ്യയും കൂടെ ഓപ്പൺ ചെയ്യുന്ന രീതി മാറി ചിലപ്പോൾ ഇന്ന് തുടക്കത്തിൽ തന്നെ ബുംറയെ കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ട് എന്ന് പോലും ഞാൻ സംശയിക്കുന്നുണ്ട്. യെസ്, അപ്പോൾ അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മാച്ചപ്പ്. എന്നോടൊപ്പം ഇപ്പോൾ വിവേക് ഗോപൻ ചേരുകയാണ്. വിവേക് കേരള സ്ട്രൈക്കേഴ്സിന് വേണ്ടി കളിക്കുന്ന ബോളറാണ്. അപ്പോൾ വിവേകിന് ക്രിക്കറ്റിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ വിവേക്, നമസ്കാരം, സ്വാഗതം. നമ്മളൊരു പ്രത്യേക സെഗ്മെന്റിലേക്ക് കിടക്കുന്നതുകൊണ്ടാണ് വിവേകിനെ കോൺടാക്ട് ചെയ്തത്. ഒന്നാമത്തെ കാര്യം, നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന മത്സരം, അതോടൊപ്പം തന്നെ മലയാളിയായ സഞ്ജു സാംസന്റെ പ്രകടനം, കഴിഞ്ഞ 2 മത്സരങ്ങളിലെ പ്രകടനം, ഫൈനലിൽ അദ്ദേഹത്തിന് എന്തുമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അതോടൊപ്പം തന്നെ നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത പ്ലെയർ ഓഫ് ദി ടൂർണമെന്റിന് ഒരു ട്രോഫിയും കൂടെ സഞ്ജുവിന്റെ കയ്യിലിരിക്കും. എങ്ങനെ കാണുന്നുണ്ട് സഞ്ജുവിന്റെ പ്രകടനം? കഴിഞ്ഞ 2 മാച്ചിന്റെയും അതേ പ്രകടനം തന്നെ സഞ്ജു കാഴ്ചവെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു എന്താ പറയാ, ഒരു പൊൻതൂവൽ സഞ്ജുവിന്റെ കിരീടത്തിൽ ചൂടാനായിട്ടുള്ള ഒരു ട്രോഫി തന്നെയായിരിക്കും സഞ്ജുവിന് ലഭിക്കുന്നത്. മാത്രമല്ല, നമ്മൾ ഇത്രയും നാളും കണ്ട സഞ്ജു ആയിരിക്കില്ല ഇനി അങ്ങോട്ട് നമുക്കുള്ള മാച്ചസിൽ കാണാൻ പോകുന്നത്. കാരണം അത്രമാത്രം കോൺഫിഡൻസ് അദ്ദേഹത്തിനുള്ളിൽ വർദ്ധിക്കും എന്നുള്ളതും നമുക്ക് നിസ്സംശയം പറയാനുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ബോഡി ലാംഗ്വേജും ആ ഒരു ശൈലിയും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം വളരെ ഒരു മികച്ച ഫോമിൽ തന്നെയാണ് ബാറ്റ് ചെയ്യുന്നതെന്നുള്ളതും. മാത്രമല്ല, ടീമിന്റെ ഒത്തിരി സപ്പോർട്ട് അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു കഴിഞ്ഞ 2 മാച്ചസോട് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കാരണം അദ്ദേഹത്തിന്റെ ശൈലിയിൽ ബാറ്റ് ചെയ്യാനുള്ള അവസരം ടീം കഴിഞ്ഞ 2 മാച്ചിനായിട്ട് കൊടുക്കുന്നു എന്നുള്ളത് വാസ്തവമായിട്ട് നമുക്കത് അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ തന്നെ കാണാൻ സാധിച്ചതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു മാച്ചും അദ്ദേഹത്തിന് കഴിഞ്ഞ 2 മാച്ച് കഴിഞ്ഞ ന്യൂസിലാൻഡുമായിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് വേണ്ടത്ര ഒരു പ്രകടനം കാഴ്ചവെക്കാനായില്ല കഴിഞ്ഞ ന്യൂസിലാൻഡുമായിട്ടുള്ള ഒരു മാച്ചിൽ. പക്ഷെ തീർച്ചയായിട്ടും ഇതൊരു ഫൈനലിന് അദ്ദേഹം അത് തിരുത്തും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് നല്ല ഫോമിൽ നിൽക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ന്യൂസിലാൻഡ് ബോളേഴ്സിനെയൊക്കെ തറ തുടങ്ങിക്കാണ്ട് ബൗണ്ടറിയിലേക്ക് പായിക്കും എന്നുള്ള രീതി തന്നെയാണെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അല്ല വിവേക്, അപ്പൊ ഉദ്ദേശിക്കുന്നത് ആ ന്യൂസിലാൻഡ് സീരീസിൽ ബൗളേഴ്സിനെതിരെ കളിക്കാൻ പറ്റാതെ പോയത് ഇന്നത്തെ മത്സരത്തിൽ സഞ്ജു നികത്തുമെന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും. കാരണം അത്രമാത്രം കോൺഫിഡന്റോടുകൂടി ബാറ്റ് ചെയ്യുന്ന ഒരു താരത്തെയാണ് നമ്മൾ കഴിഞ്ഞ 2 മാച്ചിലും കാണുന്നത്. ഈ ഇംഗ്ലണ്ടിന്റെ ബോളേഴ്സ് ആയിരുന്നാലും അതിന് മുമ്പുള്ള മാച്ചിലെ ബോളേഴ്സ് ആയിരുന്നാലും വളരെ മികച്ച ബോളേഴ്സ് ആയിരുന്നു. അവരെയൊക്കെ നിലം തൊടിയിക്കാണ്ട് ബോളിലേക്ക് പായിച്ച വ്യക്തി, പ്രത്യേകിച്ച് ജോഫ്ര ആർച്ചർ പോലുള്ളൊരു ബോളറെ വളരെ മികച്ച രീതിയിൽ അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ സാധിച്ചു. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ഫോം അദ്ദേഹം ഈ ഒരു മാച്ചിലും കണ്ടിന്യൂ ചെയ്യും എന്നുള്ളത് നിസ്സംശയം പറയാം. വിവേക് കൃത്യമായിട്ട് ക്രിക്കറ്റ് അനലൈസ് ചെയ്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ആർച്ചർ സഞ്ജു എന്ന് പറയുന്ന ഒരു മാച്ചപ്പ്, ഒരു കോൺടെസ്റ്റ് നമ്മൾ കഴിഞ്ഞ ഇംഗ്ലണ്ട് മത്സരത്തിൽ തന്നെ പറഞ്ഞിരുന്നതാണ്. ആർച്ചറിന് നിലം തൊടിച്ചിട്ടില്ല, പറഞ്ഞത് സത്യമാണ്. പക്ഷേ ആർച്ചറിന് അവസരം ഉണ്ടായിരുന്നു, സഞ്ജുവിന് അത് ഡ്രോപ്പായി. എന്തായാലും സഞ്ജുവിനും ഇന്ത്യക്കും നമുക്കൊക്കെ അത് ഭാഗ്യമായിട്ട് മാറി. ഇന്ന് അത് മാച്ച് ഹെൻട്രിയാണ്. അന്ന് ജോഫ്ര ആർച്ചറിന് ഇന്ന് മാച്ച് ഹെൻട്രി. കഴിഞ്ഞ സീരീസിൽ 2 വട്ടം സഞ്ജുവിനെ പുറത്താക്കിയ മാറ്റ് ഹെൻട്രി ആയിട്ടുള്ള കോൺടെസ്റ്റ് ആയിരിക്കും ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഉറ്റുനോക്കുന്നത്. എനിക്ക് അത് ഒരു നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് തോന്നുന്നത്. കാരണം അദ്ദേഹം തെറ്റ് ഈ ഒരു മാച്ചിൽ തിരുത്താനായിട്ട് അദ്ദേഹം ശ്രമിക്കും. പിന്നെ അദ്ദേഹത്തിന്റെ ശൈലി എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് ബാറ്റ് ചെയ്യുന്ന ഒരു ശൈലിയാണ് നമുക്ക് കാണുന്നത്. ഉടനീളം വേൾഡ് കപ്പിലുള്ള എല്ലാ മാച്ചസിലും അദ്ദേഹം മുമ്പുള്ള മാച്ചസിലൊന്നും വലിയ റൺസ് സ്കോർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടുള്ള ഗെയിമാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത്. അപ്പം അധികം ബോളുകളൊന്നും വേസ്റ്റ് ആക്കാണ്ടും ഈ പറഞ്ഞ പോലെ വളരെ ബോളറെ ഏത് സമയത്തും മുൾമുനയിൽ നിർത്തിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ കൂടിയാണ്. അപ്പം അദ്ദേഹം അതേ പോസിറ്റീവ് ശൈലിയിൽ തന്നെ ബാറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ബോളേഴ്സ് ഒന്നും അദ്ദേഹത്തിന് ഒരു പ്രശ്നമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഇൻഫോം ഈ 2020 എന്ന് പറയുന്ന ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത് ഇതൊരു പെർട്ടിക്കുലർ ഒരു ഡേയുടെ ഒരു ഗെയിമാണ്. അപ്പൊ ഒരു ദിവസം ഇതൊരു ഫോം എന്നുള്ള രീതിയിൽ നമുക്ക് ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഒരു ദിവസം ബാറ്റ്സ്മാൻ അനുകൂലം കഴിഞ്ഞ മാച്ചിൽ ജോഫ്ര ആർച്ചറിന്റെ ഒരു ബോള് ഡ്രോപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും ഈ പറഞ്ഞ പോലെ ഒരു വളരെ നല്ലൊരു ഷോട്ടായിരുന്നു. അത്
ഒരു കോൺഫിഡൻസ് പോയ ഒരു ബാറ്റ്സ്മാൻ അല്ലെങ്കിൽ ഒരു ഔട്ട് ഓഫ് ഫോം ആയിട്ട് നിൽക്കുന്ന ഒരു ബാറ്റ്സ്മാൻ കയ്യിൽ നിന്ന് വന്ന ഒരു ഷോട്ട് ആയിട്ട് നമുക്ക് കഴിഞ്ഞ മാച്ചുകളിലെ ഉടമകൾ നമുക്ക് ഫീൽ ചെയ്തിട്ടേ ഇരിക്കുന്നുണ്ട്. കാരണം അത്രമാത്രം കോൺഫിഡൻസോടുകൂടിയും അത്രമാത്രം പെർഫെക്ഷനോടുകൂടിയും ബാറ്റ് ചെയ്യുന്നതും നമുക്ക് ജോഫ്ര ആർച്ചറിനെ അടിച്ചതും അല്ലാത്ത മറ്റ് ബോളേഴ്സുമാരെയൊക്കെ അടിച്ചതും സ്പിന്നേഴ്സിന് അദ്ദേഹം കളിക്കുന്ന രീതിയൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹത്തിന്റെ ആ ബാറ്റ് വീശുന്ന ശൈലിയും രീതിയൊക്കെ കാണുമ്പോൾ അറിയാം എത്രമാത്രം കോൺഫിഡൻസോട് കൂടിയാണ് അദ്ദേഹം ബാറ്റ് ചെയ്യുന്നതെന്നുള്ളത്. അതാണ് കോൺഫിഡൻസിനോടൊപ്പം തന്നെ സഞ്ജുവിന് കിട്ടുന്ന ഒരു സ്വീകരണം. ഇപ്പൊ തന്നെ ഈ നമ്മളിപ്പോ വിഷ്വലിൽ കണ്ടതുപോലെ തന്നെ ഇന്ത്യൻ ടീം ഒട്ടാകെ തന്നെ ബസ്സിലേക്ക് ഇറങ്ങി വരുമ്പോൾ വേറെ ആർക്കും കിട്ടാത്ത റിസപ്ഷനാണ് സഞ്ജുവിന് കിട്ടുന്നത്. നമ്മൾ വാങ്കഡയിൽ കണ്ടതാണ്, എല്ലാവരും കൂട്ടം കൂടിയിരുന്ന് സഞ്ജു എന്ന് ചിയർ ചെയ്യുന്നത്. ചെപ്പോക്കില് സ്വാഭാവികമായിട്ടും സഞ്ജു ഇപ്പോ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒരു മാച്ചിൽ സൂര്യകുമാർ യാദവ് സഞ്ജുവിന്റെ പേര് അനൗൺസ് ചെയ്തപ്പോ തന്നെ ആ സ്റ്റേഡിയത്തില് വേറെ ഒരാളുടെ പേര് ഘോഷവും വിളിയും ഇല്ലായിരുന്നു. പക്ഷെ സഞ്ജുവിന്റെ പേര് അനൗൺസ് ചെയ്തപ്പോൾ ഉള്ള ഒരു ആർപ്പുവിളിയും ഘോഷവും ഒരു സമയത്ത് നമ്മൾ കേട്ടതാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് അനുകൂലമായി തീരും എന്നുള്ളത് തന്നെയാണ്. പിന്നെ വളരെ നേരത്തെ പറഞ്ഞ പോലെ ടീമിൽ നിന്ന് ഒരു വളരെ നല്ല സപ്പോർട്ടാണ് അദ്ദേഹത്തിന് ഇപ്പൊ ഈ കഴിഞ്ഞ 2 മാച്ചിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതേ സപ്പോർട്ട് ഈ മാച്ചിൽ ലഭിക്കുക. പിന്നെ മാത്രമല്ല എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഒരുപാട് പ്രഷർ അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് പോകാണ്ടിരുന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിട്ട് അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം ഇപ്പൊ എനിക്ക് കഴിഞ്ഞ 2 മാച്ച് കഴിഞ്ഞപ്പോഴും ഒരു പ്ലെയറിന്റെ അനലൈസിങ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുവാണെങ്കിൽ ഇപ്പൊ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് സഞ്ജുവിലേക്കാണ്. കാരണം ഇതിനു മുമ്പ് നമ്മള് ഹാർദിക് പാണ്ഡ്യ, ഇഷാൻ കിഷൻ ഇവരൊക്കെ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇഷാൻ കിഷൻ, അഭിഷേക് ശർമ്മ, ഹാർദിക് പാണ്ഡ്യ ഇവരിലേക്ക് ഫോക്കസ് പോവുമായിരുന്നു. പക്ഷെ ഇപ്പൊ 2 മാച്ചായിട്ട് ഏറ്റവും കൂടുതൽ ഫോക്കസ് സംസാരങ്ങളും എല്ലാം കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് സഞ്ജു സാംസണിലേക്കാണ്. അത് അദ്ദേഹം സ്വന്തമായിട്ട് എടുത്ത് അദ്ദേഹത്തിന്റെ തോളിലേക്ക് വയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ഒരു മാച്ചും വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മൾ ഈ ഒരു ഫോർമാറ്റില് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സംസാരങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടോക്സ് ഒക്കെ നമ്മുടെ ഉള്ളിലോട്ട് കയറുമ്പോൾ ടീം നമ്മളെ ബേസ് ചെയ്തിട്ടാണോ നിൽക്കുന്നത് അല്ലെങ്കിൽ ടീമിന്റെ ശക്തി ഞാനാണ് എന്നുള്ളതൊക്കെ നമ്മൾ അറിയാണ്ട് നമ്മുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അത് നമ്മുടെ ബാറ്റിംഗ് തകർച്ചയിലേക്ക് എത്തിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ചെവിയിലേക്ക് എത്താണ്ട് അദ്ദേഹം മാത്രമല്ല ബാക്കിയുള്ള പ്ലെയേഴ്സും ടീമിനെ സപ്പോർട്ട് ചെയ്യാനുണ്ട്, അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്നുള്ള ഒരു രീതിയിലേക്ക് അദ്ദേഹം ബാറ്റ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ശൈലിയിലേക്ക് ബാറ്റ് ചെയ്യാൻ അനുവദിക്കുക. അദ്ദേഹം ഔട്ടായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങ് ബാറ്റ് ചെയ്യാൻ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ 2 മാച്ചുകളിലും കാണിച്ച അതേ പെർഫോമൻസ് തന്നെ അദ്ദേഹം ഈ മാച്ചിലും കാണിക്കും. നമുക്കൊക്കെ ഈ പറഞ്ഞ ആഗ്രഹം ഉള്ളതുപോലെ അദ്ദേഹം ഒരു സെഞ്ചുറി തന്നെ തയ്ക്കാനുള്ള രീതിയിലേക്ക് അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നിസ്സംശയം പറയാം. യെസ്, ആ പ്രഷർ മനഃപൂർവ്വം വരുന്നതല്ല. അപ്പുറത്ത് അഭിഷേക് ശർമ്മയ്ക്ക് ഒരു തരത്തിലും ഫോം കണ്ടെത്താൻ കഴിയുന്നില്ല. ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സഞ്ജുവിനെ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. അതും ഒരു ആഡ് ഓൺ പ്രഷറും കൂടി ആവുകയാണ്. അതെ 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 തീർച്ചയായിട്ടും ഈ ആഡ് ഓൺ പ്രഷർ ആവുന്നുള്ളത് അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കി ഈ എല്ലാം എന്റെ ഷോൾഡറിലേക്കാണ് വരുന്നതെന്നുള്ളത് ചിന്തിക്കാണ്ട് അദ്ദേഹം ബാറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ സാധിക്കും. കഴിഞ്ഞ മാച്ചുകളിൽ ഇങ്ങനെ ഒരു ഫീൽ ഇല്ലാണ്ട് തന്നെയാണ് അദ്ദേഹം ബാറ്റ് ചെയ്തത്. അപ്പൊ തുടർന്നും ഇതേ രീതിയിൽ തന്നെ അദ്ദേഹം ബാറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെർഫോം ചെയ്യും എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യ കപ്പടിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. പ്രത്യേകിച്ച് സഞ്ജുവിന്റെ ബാറ്റിംഗ് കാണാൻ തന്നെയാണ് എല്ലാവരും ഇന്നത്തെ കളി കാണുന്നത്. യെസ്, അത് തന്നെയാണ്. അപ്പോൾ തുടർച്ചയായി 2ാമതും കപ്പടിക്കുക, ചരിത്രം റിപ്പീറ്റ് ചെയ്യുക, ചരിത്രം ഡിഫീറ്റ് ചെയ്യുക എന്ന് നമ്മൾ ആദ്യം തന്നെ ഒരു മോട്ടോ പറയുന്നത് പോലെ തന്നെയാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഞാൻ വളരെ നന്ദി വിവേക് പങ്കെടുത്തതിന്. ഞാൻ സുരേഷ് സാറിലേക്ക് പോവാണ്. സാർ, ഗൗതം ഗംഭീർ എന്ന കോച്ചിനെ കുറിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കും. നമ്മൾ സാധാരണ പ്ലെയേഴ്സ് അല്ലെങ്കിൽ ലൈം ലൈറ്റിൽ നിൽക്കുന്നതിനെ കുറിച്ച് മാത്രം സംസാരിക്കും. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഗൗതം ഗംഭീർ. ഒന്നാമത്തെ കാര്യം, ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ അല്ലെങ്കിൽ അതൊക്കെ നഷ്ടപ്പെട്ടതും അല്ലെങ്കിൽ ടെസ്റ്റിലൊക്കെ വൈറ്റ് വാഷ് അടിച്ചു പോയതും ഒക്കെ നമ്മൾ കണ്ടതാണ്. നമ്മൾ ഗംഭീർ എന്ന കോച്ച് ടെസ്റ്റ് ക്രിക്കറ്റിൽ കാണിക്കുന്ന അബദ്ധങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതാണ്, ഒരുപാട് വിമർശിച്ചതാണ്. പക്ഷേ വൈറ്റ് ബോൾ ക്രിക്കറ്റിലേക്ക് വരുമ്പോഴേക്കും നമ്മളൊരു വ്യത്യസ്തമായ ഒരു ഗംഭീറിനെ കാണാൻ കഴിയുന്നുണ്ടോ, അതോ അത് പ്ലെയേഴ്സിൻ്റെ മാത്രം കഴിവാണോ? എന്തായാലും ഈ ടൂർണമെൻറ്റ് ഗംഭീറിനെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമാണ്. കാരണം ഇതിന് മുന്നത്തെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ അല്ലെങ്കിൽ ടെസ്റ്റ് സീരീസൊക്കെ പരാജയപ്പെട്ട് നിൽക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ചാമ്പ്യൻസ് ട്രോഫി ഉറപ്പായിട്ടും നമുക്ക് കിട്ടി എന്ന് പറയും. ഞാൻ പോലും ഒരു T20 ലോകകപ്പ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിരിക്കും. അതെ അതെ, ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ ഗൗതം ഗംഭീറിന് ഒരു ശ്വാസം വീണ് കിട്ടിയ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴത്തെ ഒരു വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അദ്ദേഹം എടുത്ത ഒരുപാട് ഡിസിഷൻസ്, പ്രത്യേകിച്ചും ഗൗതം ഗംഭീർ മാത്രമല്ല, സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ
അടക്കം എടുത്ത ഒരുപാട് ഡിസിഷൻസ് പാളിപ്പോയതിൽ ഒട്ടനവധി വിമർശനങ്ങൾ കേട്ട ഒരു വർഷം, ഒരു 2 വർഷമാണ് കഴിഞ്ഞു പോയത്. പ്രത്യേകിച്ചും നമ്മൾ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ക്വാളിഫൈ ചെയ്തില്ല, ഫൈനലിലേക്കൊന്നും ക്വാളിഫൈ ചെയ്തില്ല. പിന്നെ ഹോം സോയിലിൽ മത്സരങ്ങൾ തോറ്റു എന്നൊക്കെ വന്ന അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ തൊപ്പി തെറിക്കും എന്നുള്ള രീതി തന്നെ ആയിരുന്നു. അതിൽ നിന്ന് കിട്ടിയ ഒരു ജീവശ്വാസമാണ് ഇപ്പോൾ തീർച്ചയായിട്ടും ഈ വേൾഡ് കപ്പ്. ഇതും കൂടെ സെമി സൂപ്പർ 8ലോ അല്ലെ ഒക്കെ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് റീപ്ലേസ്മെന്റ് വന്നേക്കാമായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ രക്ഷപ്പെട്ടത് സെലക്ഷൻ കമ്മിറ്റി ചെയർമാനും കൂടെയാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സ്വജനപക്ഷപാതിത്വവും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മുകളിൽ ആരോപിച്ചിരുന്നു. ഇപ്പൊ എന്തോ ഭാഗ്യവശാൽ അദ്ദേഹം രക്ഷപ്പെട്ടു. പിന്നെ നമ്മുടെ സഞ്ജു സാംസൺ ഫോമിലായത് ഒരു വലിയ കാര്യമാണ്. കാരണം സഞ്ജുവിന് മുമ്പത്തെ കോച്ചുമാരൊന്നും സഞ്ജുവിന് വേണ്ടത്ര ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തില്ല എന്ന് പറയുന്നെങ്കിൽ പോലും ഗൗതം ഗംഭീർ സഞ്ജുവിനെ വിശ്വസിച്ചു. ഇപ്പൊ ന്യൂസിലാൻഡിനെതിരായിട്ടുള്ള T20 സീരീസിൽ തുടർച്ചയായിട്ട് അവസരങ്ങൾ കൊടുത്തതും ഈ ഒരു ടൂർണമെന്റിൽ വീണ്ടും അവസരങ്ങൾ കൊടുത്തതൊക്കെ ഒരു പോസിറ്റീവായിട്ട് തന്നെ കാണണം. അത് ഗംഭീർ ചെയ്തൊരു നല്ല കാര്യമായിട്ട് തന്നെ കാണണം. 2020 ഗംഭീർ പറഞ്ഞൊരു വാചകം ഓർമ്മ വരുന്നത്, സഞ്ജു കളിക്കുമ്പോൾ സഞ്ജുവിനെ ടീമിൽ എടുക്കാത്തത് സഞ്ജുവിനല്ല നഷ്ടം, ഇന്ത്യൻ ടീമിനാണ് നഷ്ടമെന്ന് 2020 ഗംഭീർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് വളരെയധികം വൈറലായിരുന്നു. അപ്പോൾ കോച്ചായി ഗംഭീർ വന്നതിന് ശേഷം സഞ്ജുവിന് അതനുസരിച്ചുള്ള അവസരങ്ങൾ കിട്ടുമെന്നാണ് പ്രതീക്ഷ. അതനുസരിച്ച് കിട്ടുന്നുണ്ട്, ഇല്ലെന്നല്ല. എന്നാലും സഞ്ജുവിന്റെ പ്രകടനവും അതിന് വളരെയധികം നിർണായകമാണ്. ഞാൻ ലല്ലു ചേട്ടനേക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ലല്ലു ചേട്ടാ, എന്തായാലും നമുക്ക് സമയവും പ്രശ്നമാണ്. അപ്പോൾ ന്യൂസിലൻഡിനെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കൗട്ട് ട്രോഫി, അതായത് ഇപ്പോഴത്തെ ചാമ്പ്യൻസ് ട്രോഫി എന്ന് വിളിക്കുന്നത്, അവർ 2000 അവർ ജയിക്കുന്നത്. അവർ നേടിയത് ഇന്ത്യയെ തോപ്പിച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ന്യൂസിലൻഡ് ജയിക്കുന്നതും ഇന്ത്യയെ തോപ്പിച്ചിട്ടാണ്. ഇനിയിപ്പോൾ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ T20 ട്രോഫിയാണ്. അതായത് ഇവർക്ക് ഇതുവരെ അത് കിട്ടിയിട്ടില്ല. അത് കിട്ടുക എന്നതിനേക്കാൾ ഉപരി അവരുടെ ടീം മാസീവ് ഫോമിലാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയെ തോപ്പിച്ചുകൊണ്ട് അത് കിട്ടുക എന്നതും കൂടിയാകുമ്പോൾ ആ ചരിത്രം മുഴുവൻ നമുക്കത് ഇങ്ങനെ ഡോട്ടുകളെല്ലാം കവർ ചെയ്യുക എന്നതാണ് ന്യൂസിലൻഡിന്റെ പോയിന്റ് ഓഫ് വ്യൂ. എന്ത് തോന്നുന്നു, ഉണ്ടാവും? എനിക്ക് തോന്നുന്നത് ചരിത്രം മാറും. 3ാമത്തെ ട്രോഫി ന്യൂസിലൻഡിനില്ല, അത് ഇന്ത്യയുടെ 3ാമത്തെ T20 ട്രോഫി ലോക കിരീടം കിട്ടുമെന്നാണ് ഒരു മനസ്സിലുള്ളത്. കാരണം സാഹചര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമാണ്, കണക്കുകളെല്ലാം മാറ്റുകയാണ്. കണക്കുകളുടെ ഭാഗ്യക്കേടുണ്ടെങ്കിലും സാഹചര്യങ്ങൾ മീൻസ് നമ്മുടെ ടീം സുപ്രീം ഫോമിലാണ്, നമ്മുടെ ബാറ്റ്സ്മാൻമാരെല്ലാം നല്ല ഫോമിലാണ്. ആ അഭിഷേക് ശർമ്മ മാത്രമല്ല, അഭിഷേക് ശർമ്മയും ഇന്ന് ആ ലെവലിലേക്ക് ഉയരും എന്നാണ്. ഇപ്പം ഇഷാൻ കൃഷ്ണനായാലും അതുപോലെ തന്നെ ഫിനിഷറായിട്ട് ഇറങ്ങുന്ന നമ്മുടെ ഹാർദിക് ദൂബെ, തിലക് വർമ്മ ഇവരെല്ലാം പ്രൈം ഫോമിലാണ്. നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരാൾ ഫോം ആവുകയാണെങ്കിൽ പറയുമായിരുന്ന എല്ലാവരും ഫോം ആവും. ഒരാൾ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നമ്മളെല്ലാവരും ഒരുമിച്ച് പരാജയപ്പെട്ടു. പക്ഷേ ഇതങ്ങനെ സംഭവിക്കത്തില്ല. പ്രത്യേകിച്ച് സഞ്ജുവിൻ്റെ കാര്യത്തിലായാലും സഞ്ജു കരിയറിൽ തന്നെ ഏറ്റവും ഫോമിലല്ല. സഞ്ജു അതിൻ്റെ മേളിലൊരു ഭയങ്കര കോൺഫിഡൻസാണ്. അത്ര കോൺഫിഡൻസ് ആയിട്ടാണ് സഞ്ജു കളിക്കുന്നത്. കഴിഞ്ഞ കളികളിൽ കളിച്ച ഓരോ ഷോട്ടും നോക്കിയെടുത്ത് ആർച്ചറിനെ ആ ക്യാച്ച് ഡ്രോപ്പായതിനു ശേഷം ആർച്ചറിനെ അടിച്ച അടി ആ ബോൾ ചെന്ന് വീഴുന്ന സെക്കൻഡ് ടയറിലാണ്. അത്ര ഫോമിൽ നിൽക്കുന്ന കളിക്കാനാണ്. അതുകൊണ്ട് ഇന്നിപ്പോൾ ഡാരൽ ടഫി അല്ല, മറ്റേ ഏത് ടഫി വന്നാലും ഇന്ന് അടി ഉറപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എല്ലാ ബാറ്റ്സ്മാൻമാരും നല്ല ഫോമിലാണ്. ഈ പറയുന്ന പോലെ 1.25 ലക്ഷം കളിക്കാർ, അവരുടെ ഒരു ആരവം, അവരുടെ സപ്പോർട്ട്, അതൊരു ന്യൂസിലൻഡിനെ സംബന്ധിച്ച് 12 പേരാണ് ഇന്ന് ഇന്ത്യക്കെതിരെ ഇറങ്ങുന്നത്. 11 കളിക്കാരും പിന്നെ ഗാലറിയും ന്യൂസിലൻഡിനെതിരാണ് എന്നുള്ളൊരു ഭയങ്കര പ്ലസ് പോയിൻ്റ് ഉണ്ട്. പിന്നെ അഹമ്മദാബാദിലെ ചരിത്രമൊക്കെ മാറ്റി വയ്ക്കാം. അഹമ്മദാബാദിൽ നമ്മൾ തോറ്റുള്ള ഫൈനലാണ്, പക്ഷേ ഈ ഫൈനൽ നമുക്കൊപ്പം നിൽക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം എല്ലാ കണക്കും എതിരാണെങ്കിലും ഒരു മലയാളി ടീമിലുണ്ടെങ്കിൽ വേൾഡ് കപ്പ് നമ്മൾ ജയിക്കും എന്ന ഒറ്റ കണക്കുണ്ട്. ആ കണക്ക് മതി, അത് നമുക്ക് അനുകൂലമാണ്, ഇന്ന് ജയിക്കും എന്ന് തന്നെയാണ്. എന്തായാലും ആ കണക്കിൽ പിടിച്ചു തൂങ്ങിക്കൊണ്ടും നമ്മുടെ ടീമിൽ വിശ്വസിച്ചും കൊണ്ടും നമ്മൾ ഇറങ്ങും. കൃത്യം 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും മത്സരം ആരംഭിക്കും. അരമണിക്കൂറിനുള്ളിൽ ടോസും എത്തും. വളരെ നിർണായകമായി മാറാൻ പോകുന്ന ടോസിലേക്ക് ഇനി വെറും 30 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാ പ്രതീക്ഷകളും ഇന്ത്യയിലേക്കാണ്. തുടർച്ചയായി ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ജയിച്ചിട്ടില്ല എന്നുള്ളത് ചീത്തപ്പേര് ഇന്ത്യ മാറ്റും. അതോടൊപ്പം തന്നെ 3 തവണ T20 ലോകകപ്പ് കിരീടം നേടിയിട്ടില്ല ഒരു രാജ്യവും എന്നതും ഇന്ത്യ തിരുത്തി കുറിക്കാൻ വേണ്ടിയിട്ട് സൂര്യകുമാർ യാദവും സംഘവും ഇന്ന് ഗ്രൗണ്ടിലേക്ക് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലേക്ക് ഇറങ്ങുമ്പോഴേക്കും എല്ലാ പ്രതീക്ഷകളും ഇന്ത്യയിലേക്കാണ്. പക്ഷേ ന്യൂസിലൻഡ് വെറുതെ വിട്ടു കൊടുക്കത്തുമില്ല. ചർച്ചയിൽ പങ്കെടുത്ത സുരേഷ് സാർ, ലല്ലു ചേട്ടൻ, സായി, വിവേക് ഗോപൻ, മദൻ മോഹൻ, എല്ലാവർക്കും നന്ദി. ചർച്ച പൂർണ്ണമാകുന്നു. നമസ്കാരം.